എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ശക്തിയായ മഴയും കാറ്റുമൊക്കെയാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ശബ്ദം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് വേറെ വഴിയില്ല. കാരണം കുസൃതികൾ പലതൂടെ നടക്കുമ്പോൾ നമുക്കത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വിഷയം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നേരെ കടക്കാം. നമ്മളുടെ ചാനൽ കാണാത്ത ആളുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക്, ഷെയർ, അതുപോലെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ളത് നിങ്ങളത് കാണണം എന്നും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ മുന്നിൽ വന്നുവിട്ട ചില വാർത്തകളാണ് നമുക്ക് ഇതിൽ എടുത്തു പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഒരു സംഗതിയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ, അതിനകത്ത് ഇന്ത്യയിൽ നിന്നും ഒരു സിനിമ എത്തുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ സമ്മാനം അടിക്കുന്നു. ഇതാണ് ഒരു ചെറിയ കാര്യം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു സംഭവം വേറെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇത് ചെറിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഈ കാൻ ഫിലിം ഫെസ്റ്റിവൽ അവിടെ എത്തുന്ന സമയത്ത് അതിലിപ്പോൾ സമ്മാനം അടിച്ചത് ഒരു സിനിമ അവിടെ നിങ്ങൾക്ക് കാണാം. ഒരു സിനിമയുടെ പേര് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അതിലേക്കല്ല നമുക്കിപ്പോൾ പോകാനുള്ളത്. എന്തായാലും അതിൻ്റെ ചിത്രങ്ങളും അതിലേക്ക് ആളുകൾ എത്തുന്ന സമയത്തും അതിൻ്റെ ഫോട്ടോസൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കണ്ട സംഗതിയാണ് കനി കുസൃതി എന്ന അതിലെ നടി അവിടെ നടക്കുന്ന സമയത്ത്, അവിടെ കയറി വരുന്ന സമയത്ത് കയ്യിലെല്ലാം ഇതുപോലെ ഒരു തണ്ണിമത്തൻ്റെ ഒരു രൂപത്തിലുള്ളൊരു ബാഗ്, വാനിറ്റി ബാഗാണ് എന്ന് തോന്നുന്നു, അത് കയ്യിലുണ്ട്. അപ്പോൾ അത് വലിയ തോതിൽ ചർച്ചയാക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇവിടെ കേരളത്തിലാണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ചില മീഡിയ അതൊക്കെ വലിയ തോതിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ അതൊരു വലിയ സംഭവമായിട്ടൊന്നും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം, ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം എന്ത്? അതാണ് നമുക്ക് ഇന്ന് ഒന്ന് പരിശോധിക്കാനുള്ളത്. അതിലേക്കാണ് നമുക്ക് കാര്യമായിട്ട് തന്നെ ഒന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാർത്ത ഇവിടെ വന്നപ്പോൾ മാതൃഭൂമിയിൽ അതിങ്ങനെയാണ്: ഇത് പാലസ്തീൻ പതാകയല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ തണ്ണിമത്തൻ ദിനങ്ങൾ എന്ന ഒരു തലക്കെട്ടോട് കൂടിയിട്ട് മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണത് അവിടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്? അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർ പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അത് ശരിയാണ് എന്ന ആ ഒരു ധ്വനി അവിടെ കൊടുക്കുന്ന രീതിയിൽ അതിൽ വാർത്ത അവിടെ എഴുതി വെക്കുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി, ദിസ് ഈസ് നോട്ട് എ വാട്ടർമെലൺ എന്ന ഒരു ടാഗ് ലൈനോട് കൂടി ഇതുപോലെ തണ്ണിമത്തൻ്റെ ചിത്രങ്ങൾ അത് മുറിച്ചും കറി വെച്ചുമൊക്കെ ഇതുപോലെ കൊണ്ടു നടന്നിരുന്നൊരു സമയം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്താണ് ഈ പത്രത്തിൽ എഴുതിയത് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിലെ വാർത്തയിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. 1967 6 ദിവസത്തെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം, അതാണ് തലക്കെട്ട് തന്നെ. ഒന്നാമത്തെ നുണ ഇതാണ്. അതെന്താണ് ആ നുണ എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. പത്രമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എഴുതി തരുന്നത്. അപ്പോൾ പത്രത്തിൽ ഇത് വായിച്ച് വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ ഇത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. കാരണം അന്ന് ഇതെല്ലാം ഇതുപോലെ വായിച്ച് ഇത് ശരിയാണെന്ന് ധരിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇന്നാണ് ഇതിൻ്റെ മറുവശം കൂടി, എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് അന്വേഷിക്കാൻ സാധിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, അത് അന്വേഷിച്ച് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ആ ചിത്രം നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിലെഴുതിയിരിക്കുന്നത്: കയ്യൂക്കുള്ളവർ കാര്യക്കാരാവുന്നു എന്ന എക്കാലത്തെയും ലോക നിയമം, ഇസ്രായേലിന് അനുകൂലമായ യുദ്ധം. ആഹാ, അപ്പോൾ ഇസ്രായേൽ ഉണ്ടാക്കിയ ഒരു യുദ്ധം എന്ന ധ്വനിയാണ്. മാത്രമല്ല ഇസ്രായേൽ കയ്യൂക്കുള്ള ആളായിരുന്നു എന്ന ഒരു ധ്വനി. അതോടൊപ്പം തന്നെ അവർ എന്തായാലും ജയിക്കുമായിരുന്നു, കാരണം കയ്യൂക്കുണ്ടല്ലോ എന്നയും ഒരു ധ്വനി. ഇങ്ങനെ എല്ലാ ധ്വനികളും അവിടെ ഉണ്ടാക്കി വെക്കുന്നു. കാരണം ഈ ധ്വനി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെ ഈ നറേറ്റീവ് അവിടെ സക്സസ്ഫുൾ ആവുകയുള്ളൂ
അത് ആളുകളിലേക്ക് നുണയാണോ എന്ന ഒരു തോന്നലില്ലാതെ അതവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയുള്ളൂ. ഇതാണ് നമുക്കവിടെ കാണുന്നത്. ഇനി അടുത്തത്, ഗസയും ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരവും കിഴക്കൻ ജെറുസലമും ഇസ്രായേൽ കൈയടക്കിയൊന്നു മാത്രമല്ല, ഗാസയിലും പടിഞ്ഞാറൻ തീരങ്ങളിലും പാലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നതിനും വിലക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഗാസയും ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരവും കിഴക്കൻ ജെറുസലമും ഇസ്രായേൽ കൈയടക്കി എന്ന് പറയുമ്പോൾ എവിടുന്ന് കൈയടക്കി അത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഊഹിച്ചോളണം, ആരുടെ കയ്യിൽ നിന്ന് കൈയടക്കി? അത് പാലസ്തീൻ്റെ കയ്യിൽ നിന്ന് കൈയടക്കി. ഇതാണ് നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്ന ഉത്തരം. ഇതാണ് ഇത് വായിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും, അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇസ്രായേൽ അനുകൂലി എന്നോ പാലസ്തീൻ അനുകൂലി എന്നോ എന്നൊന്നും നോക്കാതെ എല്ലാവരിലേക്കും ഇട്ടുകൊടുക്കുന്ന ഒരു സംഗതി, ഒരു മര്യാദ. ഈ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഒരു ധാർമ്മികത അവർ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു ജേർണലിസം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് മൊറാൽ അതവിടെ ഉണ്ട് എങ്കിൽ അവരത് പറയണമായിരുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് അത് പിടിച്ചടക്കിയത് എന്നുള്ളത് അത് പറയുന്നില്ല. നമുക്ക് കാണാം, വിശദമായിട്ട് കാണാം. അപ്പോൾ അത് നമുക്കവിടെ കാണുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ അവർ പറഞ്ഞ കാര്യം, അതായത് പാലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നതിനും ഒക്കെ വിലക്ക് ഏർപ്പെടുത്തി. പച്ചയും ചുവപ്പും വെളുപ്പും കറുപ്പും നിറങ്ങൾ ഉൾക്കൊണ്ടിരുന്ന പതാക പാലസ്തീൻ സ്വാധീന പ്രദേശങ്ങളിൽ ഇസ്രായേൽ നിരോധിച്ചതോടെ ഇത്രയും നിറങ്ങൾ കരുവായും തൊലിയായും കഴമ്പായും ഒന്നിച്ച് ചേരുന്ന തണ്ണിമത്തൻ പരസ്യമായി മുറിച്ചും കഴിച്ചും പ്രദർശിപ്പിച്ചുമായിരുന്നു പാലസ്തീൻ അനുകൂല സംഘടനകളും ജനങ്ങളും പ്രതിരോധിച്ചത്. ആ പ്രതിരോധം 5.5 പതിറ്റാണ്ട് കാലമായി പാലസ്തീൻ അനുകൂല സംഘടനകൾ നടത്തി വരുന്നു. ലോക പ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നടി കനി കുസൃതി കയ്യിലേന്തിയ ക്ലച്ചിലൂടെ പ്രതീകാത്മക തണ്ണിമത്തൻ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുക മാത്രമല്ല, ലോക രാഷ്ട്രീയവും യുദ്ധവും സമാധാനവും വംശഹത്യയും ഹത്യയും ആശയ വൈരുദ്ധ്യങ്ങളും കഷ്ടി 1 മീറ്റർ തുണിയിൽ തുന്നിയ തണ്ണിമത്തനിലൂടെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ കുസൃതി. അപ്പോൾ ഇതിൽ ഓരോ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ലോകരാഷ്ട്രീയവും യുദ്ധവും സമാധാനവും വംശഹത്യയും ആശയ വൈരുദ്ധ്യങ്ങളും എല്ലാം ആ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇത് എത്രമാത്രം ഇവിടെ ചേരുന്നതാണ്, ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ഇതൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. പത്രം എഴുതിയാൽ ഒരു അപ്പീൽ ടു പത്രം എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസി കൂടിയുണ്ട്. അതേത് പത്രം ആയിക്കോട്ടെ, അതിപ്പോൾ മുക്കാൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമാണ്. കാരണം കാക്കാമാരെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്നതെല്ലാം സത്യമായിരിക്കും എന്നതാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് ഇപ്പോൾ വിസ്മയം പോലെ താലിബാൻ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ താലിബാൻ വിസ്മയമാണ്, അതിൽ പിന്നെ തർക്കമൊന്നും പാടില്ല എന്നതാണ് പിന്നെ അവിടുത്തെ ഒരു നിയമം. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് ഇവിടുത്തെ 4ാം മതം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ദേശാഭിമാനിയിൽ എഴുതിയാൽ പിന്നെ അതിൽ തർക്കമൊന്നും പാടില്ല. അവർ അതിലെഴുതി വിടുന്ന ഓരോ ക്യാപ്സ്യൂളും നമ്മൾ വിശ്വസിച്ചോളണം. സമാനമായ രീതിയിൽ ഏത് പത്രത്തിനും അത് ബാധകമാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളും എഴുതി വിടുമ്പോൾ അതും ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് അത് ഏത് രീതിയിലാണ് എടുക്കപ്പെടുന്നത് എന്നത് നമ്മളിവിടെ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇനി ഈ വാക്കുകളിലേക്ക് വിശദമായിട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്തായാലും ഒരു കാര്യം മാത്രം പറയാം, ഇവിടെ ഉപയോഗിക്കുന്ന ആ വാക്ക്, ആ വംശഹത്യ എന്ന് പറയുന്ന സാധനം, അത് തെറ്റായ പ്രയോഗമാണ്. വംശഹത്യ, ജനോസൈഡ് എന്ന രീതിയിൽ ഒരു സംഗതി അവിടെ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അവിടെ ഇത്രയും കുട്ടികൾ മരിക്കുന്നു, ഇത്രയും ആളുകൾ കൊല്ലപ്പെടുന്നു, അത് വംശഹത്യ അല്ലാതെ പിന്നെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പലതവണ പറഞ്ഞതാണ്, എന്നാലും വീണ്ടും ആവർത്തിക്കുന്നു. അതായത് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വെടിനിർത്തലാണ്. ഇല്ലെങ്കിൽ വംശഹത്യ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ വംശഹത്യ തുടരും, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, അവിടെ ഈ ഒക്ടോബർ 7 നടന്ന സംഭവത്തിന് പിന്നാലെയാണല്ലോ ഇന്നിപ്പോൾ ഈ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നത്, ഇരു കൂട്ടരും സമ്മതിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഒക്ടോബർ 7 മുന്നേ അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? വംശഹത്യ ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും, വംശഹത്യ ഒക്ടോബർ 7 മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്നത് വെടിനിർത്തലായിരുന്നു. അപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കെ അത് ശരിയല്ല, അതൊരു വയലൻ്റ് ഇക്വിലിബ്രിയം ആണ് എന്ന നമ്മളുടെ യഹിയ സിൻവറിൻ്റെ ആ വാക്ക് തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ആ രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നമുക്കിച്ചിരി യുദ്ധമൊക്കെ വേണം, ഇങ്ങനെ വെറുതെ ഇരുന്നൊരു സുഖമല്ല, ഒരു തരിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒക്ടോബർ 7 പ്ലാൻ ചെയ്ത് നടത്തി. അതിൻ്റെ മറുപടി എന്നോണം അവർ തട്ടിക്കൊണ്ടുപോയ ആ ഹോസ്റ്റേജസായി പിടിച്ച് അവിടെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതുകൂടാതെ ഒക്ടോബർ 7 നടത്തിയ ആ ടെററിസ്റ്റ് ആക്രമണം, വേൾഡ് ടെററിസം ഇൻഡെക്സ്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുത്തു കഴിയുമ്പോൾ അതിൽ ടോപ്പ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുത്തു കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ ഡെഡ്ലിയസ്റ്റ് ആയിട്ട് എണ്ണിയിരിക്കുന്നത് ഈ ഒക്ടോബർ 7 നടന്ന ടെറർ അറ്റാക്ക് തന്നെയാണ്.
പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ, ഈ തണ്ണിമത്തന് പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു തവണ പോലും ഹമാസ് എന്ന് പറയുന്നത് ഒരു ടെറർ ഓർഗനൈസേഷനാണ് എന്ന് പറയാൻ ഇതുവരെ നാങ്ങ് പൊങ്ങിയിട്ടില്ല. അമേരിക്ക ഹമാസിനെ വിശേഷിപ്പിക്കുന്നത് ടെറർ ഓർഗനൈസേഷനായിട്ടാണ്. അതുപോലെ ഓരോ പാശ്ചാത്യ രാജ്യങ്ങളെയും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുന്നത് ടെറർ ഓർഗനൈസേഷൻ എന്ന് തന്നെയാണ്. ഇവിടെ ഇന്ത്യയിൽ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് സാധിക്കാത്ത കാലത്തോളം ഇതുപോലെയുള്ള സംഗതികൾ കൂടുതൽ അരങ്ങേറും. ഈ തണ്ണിമത്തനും പൊക്കി നടക്കുന്ന കാഴ്ച നമ്മൾ ഇനി കാണേണ്ടതായിട്ട് വരും. ഇതിലൂടെ പുറത്തേക്ക് എത്തിക്കപ്പെടുന്ന നുണകൾ കൂടുതൽ സ്ഥാപിക്കപ്പെടും. അപ്പോൾ പണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ഗീബൽസിയൻ നുണകൾ എന്നൊക്കെ പറയുന്ന സംഗതി, അത് സത്യത്തിൽ ഇന്നിപ്പോൾ അത് നിങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് ഇന്ന് ഈ ഗീബൽസിയൻ നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട്, ഓരോ ഗീബൽസുകളായിട്ട് ഇന്ന് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ കനി കുസൃതി പോലും ഈ ഗീബൽസിയൻ നുണ പ്രചരിപ്പിക്കുന്ന ഒരു ഗീബൽസ് തന്നെയായിട്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത്. അത് കനി കുസൃതി, ഈ കുസൃതി കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഓർക്കാതെ പോകുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയ കാര്യമാണ്. അത് ഇവിടുത്തെ ഒരു ഇസ്ലാമോ ലെഫ്റ്റ് അതുണ്ടാക്കി വെക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു മോറൽ ഹൈ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതൊരു യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ മനുഷ്യ സ്നേഹിയാണ്, നിങ്ങൾ ഭയങ്കര ഒരു പുരോഗമനമൊക്കെ കൊണ്ട് നടക്കുന്ന ആളാണ് എന്ന് ഒരു പേരെടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബോധമുള്ള ഒരാളാണ്, അങ്ങനെ വെറും ഒരു സിനിമാക്കാരിയൊന്നുമല്ല എന്ന് ഒരു ഐഡിയ പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഹിന്ദുവിനെ അതിൻ്റെ മക്കട്ട് കയറുക, അതിനെ പറ്റാവുന്നിടത്തെല്ലാം അതിനെ അവഹേളിച്ചുകൊണ്ടേയിരിക്കുക, ഒരു കുഴപ്പമില്ല, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് വലിയൊരു പുരോഗമനവാദി ആകാനുള്ള ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഇങ്ങനെ മൂട്ടിൽ താങ്ങി അതിന് ഇങ്ങനെ പൊക്കി അടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുക. അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വെക്കുന്ന ഇരവാദങ്ങളെ അതിൻ്റെ ഒരു വാസ്തവവും അന്വേഷിക്കാതെ അത് കണ്ണുപൊട്ടി വിഴുങ്ങുക, എന്നിട്ട് അതിങ്ങനെ കാണുന്നിടത്തെല്ലാം ഛർദ്ദിച്ച് വെക്കുക. ഇതാണ് രണ്ടാമത്തെ വഴി. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പുരോഗമനവാദിയാകാൻ കഴിയും. അതുമാണ് ഇവിടെ കനി കുസൃതി, ഇവിടെ നടത്തിയിരിക്കുന്ന കുസൃതി. അപ്പോൾ നമുക്ക് കാണുന്നു അത്തരം കാര്യങ്ങൾ. ഇനി അടുത്തത്, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം നാൾ വരെ ഉള്ളതിൽ ഏറ്റവും വഷളായി നിൽക്കാൻ തുടങ്ങിയത് 2024 മാർച്ച് മുതൽ ഇങ്ങോട്ടാണ്. ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലിന് പ്രത്യക്ഷമായും പരോക്ഷമായും താക്കീതുകൾ നൽകിക്കൊണ്ടേയിരിക്കുമ്പോഴും 10,000ങ്ങളുടെ ശവപ്പറമ്പായി ഗാസ മാറിയപ്പോഴും ഇസ്രായേലിന് ധാർമ്മിക പിന്തുണ നൽകിയ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കാൻ ഫിലിം ഫെസ്റ്റിവലിനെത്തിയ കനി കുസൃതി തണ്ണിമത്തൻ ഐക്യദാർഢ്യത്തിലൂടെ വിമർശിച്ചിരിക്കുന്നത്. കലയുടെ രാഷ്ട്രീയത്തെ പോലെ തന്നെ വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്ന കനി തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ തിരഞ്ഞെടുത്ത വേദിയാണ് പ്രധാനം. ഇന്ത്യയുടെ നിശബ്ദ പിന്തുണ ഇസ്രായേലിനൊപ്പമാണെങ്കിൽ പോലും പാലസ്തീനിൽ ഒരു ബോംബ് വീഴുമ്പോൾ 1000 ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുന്ന കേരളത്തിൻ്റെ നിലപാട് കൂടിയാണ് കനി പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്. കല അതിൻ്റെ രാഷ്ട്രീയം പറയുകയല്ല, കലയിലൂടെ ഒരു നാടാണ് രാഷ്ട്രീയം പറയുന്നത്. ഇതൊക്കെ അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ആ മഞ്ഞ അവിടെ നിങ്ങൾക്ക് കാണാം. 10,000ങ്ങളുടെ ശവപ്പറമ്പായി ഗാസ മാറിയപ്പോഴും ഇസ്രായേലിന് ധാർമ്മിക പിന്തുണ നൽകിയ രാഷ്ട്രീയ സാഹചര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉള്ളത്? നിങ്ങൾ ഈ കുറിപ്പ് മുഴുവൻ വായിച്ചാൽ ഒരു തവണ ഒരിടത്ത് പോലും ഒക്ടോബർ 7 സംഭവിച്ച വിഷയത്തെയോ അതിന് മുന്നേ ഉണ്ടായിരുന്ന നിർത്തൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചോ അവിടെ ഗാസ എന്ന് പറയുന്നത് ഭരിച്ചിരുന്നത് ഈ ഹമാസ് തന്നെ ആയിരുന്നു എന്ന സത്യാവസ്ഥയെക്കുറിച്ചോ, അതുമല്ല അതിനുശേഷം ഇവർ പിടിച്ചുകൊണ്ടുപോയി ഇന്നും റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൊന്നുകളഞ്ഞ 1200 പേര് വേറെ, അതുകൂടാതെ ഇപ്പോഴും ബന്ദികളാക്കി വെച്ചുകൊണ്ട് അവിടെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ സ്ത്രീകളടക്കമുള്ള ആ കൂട്ടം ആളുകളെ അവരെ കൊടുക്കണം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ലോകരാജ്യങ്ങൾ നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ത്യ അത് നടത്തിയിട്ടുണ്ട്, US അത് നടത്തിയിട്ടുണ്ട്, മറ്റ് പല രാഷ്ട്രങ്ങളും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുപോലെ തണ്ണിമത്തനും പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ആ ഒരു സംഗതിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തത്? എന്നാൽ ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് 2024 മാർച്ചിന് ശേഷം ഇതുപോലെ ഈ റഫ അറ്റാക്ക് ആ പ്ലാനുമായിട്ട് ഈ ഇസ്രായേൽ മുന്നോട്ട് പോകാനുള്ള കാരണം അവരുടെ ഹോസ്റ്റേജസിനെ ഇപ്പോഴും അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു. അവർ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കൊന്നു തള്ളിയ ഹോസ്റ്റേജസ് ആയിട്ടുള്ള ആളുകളെ, പിടിക്കപ്പെട്ടതിന് ശേഷം റേപ്പ് ചെയ്തും അല്ലാതെയൊക്കെ കൊന്നു തള്ളിയ ആളുകളെ അവരുടെ ശവം വെച്ച് പോലുമാണ് ഇന്നിപ്പോൾ വിലപേശൽ നടത്തുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഹമാസ് തീവ്രവാദികൾ അവർ
സമാധാനത്തോടുകൂടി കഴിയുന്ന ഈ പാലസ്തീന ജനതയെയും അതുപോലെ തന്നെ ഇസ്രായേലിലെ സിവിലിയൻസിനെയും അവരുടെ ഇരു കൂട്ടരുടെയും ജീവിതം നശിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ പിടിയിൽ അകപ്പെടുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ ജയിലിൽ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ കഴിയുന്ന ഹമാസ് നേതാക്കൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കിടന്നിട്ടുള്ള ഒരു നേതാവാണ് ഇപ്പോൾ പുറത്തിറങ്ങി ഈ ആസൂത്രണം നടത്തി ഈ ഒരു ഭീകരപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന യഹിയ സിൻവർ. ഇതേപോലെ ഉണ്ടായിരുന്ന മറ്റ് ചില നേതാക്കന്മാരുടെ മകനാണ് ഇന്ന് അതിൽ നിന്നും മാറി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അവരുടെ ഫോഴ്സിന് അവർക്ക് സഹായകനായി നിന്നിട്ട് വേണ്ട വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അനേകം സൂയിസൈഡ് ബോംബിംഗ് അറ്റാക്ക് അത് തടഞ്ഞ് അതിന് വഴിവെച്ച് ആ രീതിയിൽ ഒരുപാട് ആളുകൾ ജീവൻ രക്ഷിക്കുന്നതിന് സാധിക്കുന്ന ഒരാളായി മാറിയ നമ്മളുടെ മൊസാബ് ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, എന്താണ് ദ ഗ്രീൻ പ്രിൻസ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ന് US-ലാണ് ജീവിക്കുന്നത്. ഒരു ഹമാസ് നേതാവിൻ്റെ മകനാണ്. മൂപ്പരൊക്കെ ഇന്ന് ഇരുന്ന് പറയുന്നത് ഈ ഹമാസിനെ വിശ്വസിക്കരുത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലസ്തീനിയൻ ജനതയെ കൂടി ഇവിടെ കുളം തോണ്ടുന്ന അവസ്ഥയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സൈനികരുടെ വേഷത്തിന് പകരം കുട്ടികളെ പോലും കുട്ടികളുടെ വേഷത്തിൽ ഈ പടക്കോപ്പും കൊടുത്ത് വിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊന്ന് തള്ളാൻ അവരെ അവസരം ഒരുക്കിയിട്ട് അവർ മരിച്ചു വീഴുമ്പോൾ കുട്ടികൾ മരിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കൂട്ടരാണ് ഈ ഹമാസ്. ആ കണക്ക് എടുത്തു വെച്ചിട്ടാണ് ഇവിടെ കുട്ടികളെ കൊന്നു തള്ളുന്നു എന്ന് പറഞ്ഞിവിടെ നടക്കുന്നത്. അതുപോലെ സ്കൂളുകളുടെയും ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടിയിൽ ഇരുന്നിട്ട് ഈ തുരങ്കത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ, അതുപോലെ അതിൽ നിന്ന് തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ, അത് കണ്ടറിഞ്ഞ് തിരിച്ച് ആ ഭാഗത്തേക്ക് റോക്കറ്റ് വിട്ടുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ അതിടുന്നതിന് മുന്നേ ആ സ്ഥലത്ത് ആൾ താമസം കണ്ടറിയുമ്പോൾ അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ അവിടെ ലഘുലേഖ വിതറിക്കൊണ്ടും അവരെ അറിയിപ്പ് കൊടുത്തുകൊണ്ട് ഒഴിയാൻ ആവശ്യപ്പെടുമ്പോൾ അപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ അറിയുന്നത്, ഓ ഞങ്ങളുടെ അടിയിൽ തുരങ്കമുണ്ടല്ലേ, ആ തുരങ്കത്തിൽ ഇരുന്നാണല്ലേ ഇവർ ഈ റോക്കറ്റ് വിട്ടത് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ആ ജനം അപ്പോൾ അതറിയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ ഹമാസ് തീവ്രവാദികൾ വന്ന് അവരെ തടയുന്നു, അവരുടെ താക്കോല് വാങ്ങി വെക്കുന്നു, വണ്ടി കൊടുക്കാതിരിക്കുന്നു, വീട് പൂട്ടിയിടുന്നു. അവരൊഴിഞ്ഞുപോയി എന്ന ധാരണയിൽ അവിടെ കൊണ്ടുവന്ന് ബോംബിടുന്നു, അവർ കൊല്ലപ്പെടുന്നു. ആരാണ് അവരെ കൊല്ലാൻ വഴിവെച്ചത്? ഇതേ ഹമാസ് തന്നെയാണ്. ഇങ്ങനെ പൊതുജനങ്ങളെ, സിവിലിയൻസിനെ കൊന്നുതള്ളുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾ, അവരുടെ നുണകൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ കൂടിയായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ മാറുമ്പോൾ അതിലൊരു അംഗം മാത്രമാണ് ഇന്ന് കനി കുസൃതി. അത് പറയാതെ നിവൃത്തിയില്ല. ഇനി ഇതിലെ ചില തമാശകൾ അത് നമുക്ക് കാണാം. അപ്പോൾ ഇതിലെ 2 നുണകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഒരു വിഷയം 1967 സംഭവിച്ചത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് ഈ പത്രത്തിൽ എഴുതിയതും അതിന് പ്രതീകാത്മകമായി അതിന് ഒരു തണ്ണിമത്തന് പൊക്കി പിടിച്ചുകൊണ്ട് ഇതുപോലെ പോയ സംഗതിയും അതൊരു നുണയെയാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നമ്മൾ അറിയണം. 2, അവിടെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ റഫ അറ്റാക്ക് നടത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാരണം ഈ ഹോസ്റ്റേഴ്സിനെ മിക്കവാറും അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളിലാണ്. അവരെ പിടിച്ചിട്ട് അതുപോലെ തന്നെ ഹമാസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ട്രോങ് ഹോൾഡും അത് അവിടുന്ന് നശിപ്പിച്ചിട്ട് മാത്രമാണ് ഇസ്രായേൽ പിന്നോട്ടുള്ളൂ എന്നും പറയുന്നിടത്താണ് ഈ യുദ്ധം എവിടെ ചെന്ന് നിൽക്കും, അത് ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇന്നവേറ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നതുമാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ ചില തമാശകളിലേക്ക് കിടക്കാം. ഈ സംഗതി വന്ന് വലിയ ചർച്ചയൊക്കെ ആയപ്പോൾ ചില ആളുകൾ ഇതെടുത്ത് വെച്ചിട്ട് പോസ്റ്റൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇതിൽ 2 സംഗതിയാണ്. ഒന്ന്, ഈ കയ്യിലിരിക്കുന്ന തണ്ണിമത്തൻ. 2, ഈ തണ്ണിമത്തൻ ഏന്തി നിൽക്കുന്ന കുസൃതിക്കാരിയായ കനി. അങ്ങനെ 2 സംഗതിയും അവിടെ എടുത്തു വെച്ചിട്ട് ആളുകൾ പറയാണ്, തണ്ണിമത്തനൊക്കെ ഓക്കെ, പക്ഷേ കനി ആള് കുസൃതിക്കാരിയാണ്, അത് അത്ര ശരിയല്ല. കാരണം എന്താ, ഈ കനി കുസൃതി ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് അത് ഇസ്ലാമിനെ വല്ലാതെ കരിവാരി തേച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊക്കെ അഭിനയിക്കുകയും അങ്ങനെ ഒരു വലിയ തോതിൽ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കനി കുസൃതി. അവിടെ എഴുതിയിരിക്കുന്നതാണ്, ബിഫോർ യു റഷ് ടു സെലിബ്രേറ്റ് കനി കുസൃതി ഫോർ ഹെർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് എ വാട്ടർമെലൺ ബാഗ് അറ്റ് ക്യാൻ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രോബ്ലംസ് സറൗണ്ടിങ് ഹെർ ഫിലിംസ് ലൈക്ക് ബിരിയാണി.
tired of seeing people hero worshipping artists who contribute to the vilification of Muslims in their own homes എന്ന് പറഞ്ഞിട്ടൊരു നെടുനീളൻ ട്വീറ്റ് അവിടെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നു, ഒരുപാട് ആളുകൾ സമാനമായ പോസ്റ്റുകൾ ഇടുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ആ സിനിമ ഈ സിനിമയാണ് ബിരിയാണി. ഈ ബിരിയാണി സജിൻ ബാബു എന്ന ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സിനിമ. അതിൽ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് കനി കുസൃതി തന്നെയാണ്. അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു റിവ്യൂ ആ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2-3 വർഷം മുന്നെയാണ്. തുമ്പ് പോയ ബിരിയാണി എന്നോ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. കാരണം അതിൽ എടുത്തു പറയുന്ന 1-2 കാര്യങ്ങളുള്ളതിൽ വലിയ ചർച്ചാ വിഷയമായത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. അത് മുസ്ലിം സ്ത്രീകളിൽ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ, ചില ചിത്രീകരണ രീതി അത് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് വലിയ തോതിൽ പ്രശ്നമായി. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് തന്നെയാണ്. എന്തായാലും അന്ന് ചില വാർത്തകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. 2020-ലാണിത്, 4 വർഷം മുന്നേ നടന്ന കാര്യമാണ്. അപ്പോൾ ബിരിയാണി എ ഗ്രിപ്പിംഗ് ടേക്ക് ഓൺ ദ ലൈഫ് ഓഫ് മുസ്ലിം വിമൻ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. മുസ്ലിം വിമൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു സമൂഹത്തിൽ ഒരു മതം ഉണ്ടാകുമ്പോൾ ആ മതത്തിൻ്റെ ഏറ്റവും മോശം വശങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? അത് പാവപ്പെട്ട ആളുകളാണ് അത് അനുഭവിക്കേണ്ടി വരിക. പൈസ ഇല്ലാത്ത ആളുകൾ തന്നെയാണ് അത് അനുഭവിക്കേണ്ടതായിട്ട് വരിക. അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളുമായിരിക്കും അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. വളരെ പാവപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കനി കുസൃതിയുടെ കുടുംബം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ പോലും ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. എവിടെയാണ് അവൈലബിൾ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. എന്തായാലും കണ്ട സ്ഥലത്ത്, കിട്ടുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ പല വാർത്തകളിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ അതിലൊരു വാർത്ത അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്. അതായത് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു. A സർട്ടിഫിക്കേഷനാണ് കൊടുത്തത്. അങ്ങനെ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ തിയേറ്റർ അതിന് അനുവദിക്കുന്നില്ല. തിയേറ്ററുകൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൽ സജിൻ ബാബു എന്ന് പറഞ്ഞാണ് സൂപ്പർ സെൻസർ ബോർഡ് ചമഞ്ഞ് ബിരിയാണി കാണിക്കാതിരിക്കാൻ ശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ പറയുന്ന ഇതാണ്: സിനിമയ്ക്കെതിരെ ആസൂത്രിത നീക്കം നടക്കുന്നു. ബിരിയാണി സംവിധായകൻ, അതായത് സൂപ്പർ സെൻസർ ബോർഡ് ചമഞ്ഞ് ചില തിയേറ്ററുകൾ സിനിമയുടെ പ്രദർശനം തടയുകയാണ് എന്ന് സജിൻ അന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സജിൻ ബാബു ഒക്കെ ആയിട്ട് നമ്മൾ പേഴ്സണലി ചില മെസ്സേജൊക്കെ അയച്ച് നമ്മളൊക്കെ ഐക്യദാർഢ്യം ആൾക്ക് പ്രകടിപ്പിച്ചു. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അത്തരത്തിലുള്ള കാര്യമാണ്. കാരണം ഇദ്ദേഹം എടുത്തിട്ട് ഈ സിനിമയിൽ കൊണ്ടുവച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ സർക്കംസിഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. ഒറ്റ കാര്യമുള്ളൂ, ഇവർ പറയാറുണ്ട് സർക്കംസിഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ശാസ്ത്രീയമാണ്, അത് വളരെയധികം ഗുണങ്ങളുള്ള സാധനമാണ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് പറയുമ്പോൾ പുരുഷൻ്റെ ഈ ചേലാകർമ്മം മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമിൽ ചേലാകർമ്മം എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ അവിടെ സ്ത്രീയുടെ എന്നോ പുരുഷൻ്റെ എന്നോ പറയുന്നില്ല. 2 കൂട്ടരുടെയും ഒരുമിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് വലിയ ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ ഗുണങ്ങൾ നിങ്ങൾ കുറേ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് സ്ത്രീയുടെ ചേലാകർമ്മത്തിൻ്റെ ഒരു ഗുണം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ ശാസ്ത്രം തിരികൊണ്ട് നിങ്ങൾക്ക് ചേലാകർമ്മത്തെ വെളുപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ സാധിക്കില്ല. അത് അങ്ങനെ ചിലവാവില്ല എന്ന് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ സാന്ദർഭികമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും അന്ന് കണ്ടത് ഇതുപോലുള്ള സിനിമകൾ എടുത്തതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ഒരു ബാക്ക്ലാഷ് അന്ന് കനി കുസൃതി നേരിടേണ്ടി വന്നു എന്നതാണ്. ഇനി അതിനൊക്കെ ശേഷം ഈ ഒരു കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തുമ്പോൾ തണ്ണിമത്തന് പൊക്കി അവിടെ ചെന്നപ്പോൾ വലിയ തോതിലുള്ള ഒരു താരപരിവേഷം, പ്രത്യേകിച്ച് ഈ ഗാസ വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ പൊക്കിയടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ വരുന്നു. അതിൽ ആ ഒരു ആത്മാർത്ഥത, അതല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. എവിടെയെങ്കിലും ഒക്ടോബർ 7 പിടിച്ചുകൊണ്ട് പോയ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇത് ചില ആളുകളുടെ ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേജ് കണക്കിന് നിങ്ങൾക്ക് എടുക്കാനുണ്ടാവും. അത്രമാത്രം ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കാനുണ്ടാവും. ഒക്ടോബർ 7 നടന്ന ഒരു വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്ന സമയത്ത്, അവിടെ ഭരണം ഹമാസ് ഗാസ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇസ്രായേലിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ അപ്പുറത്ത് പോയി
ഇതുപോലെ ഒരു പ്രശ്നമുണ്ടാക്കി ഇന്ന് തിരിച്ച് ഇടി കിട്ടുമ്പോൾ കിടന്ന് മോങ്ങുന്ന കാഴ്ച, അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളും ഷാനി ലൂക്കിനെ പോലെയുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മടുത്തതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗതികെട്ടിട്ട് പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇത് പബ്ലിഷ് ചെയ്യേണ്ടി വന്നത്? ഞാൻ പ്ലേ ചെയ്യുന്നില്ല, പ്ലേ ചെയ്ത പ്രശ്നമാണ്. കാരണം ഈ ലോകം ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ ഹമാസ് തീവ്രവാദികൾ പറയുന്ന അവരുടെ നുണകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അവരുടെ ഹോസ്റ്റേജസിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, റേപ്പ്, അതിന് വിധേയരാക്കുന്ന കാഴ്ചകൾ, അത് പച്ചയ്ക്ക് നാട്ടുകാർക്ക് കാണാൻ പാകത്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ, ഇതാണ് അവർ ചെയ്യേണ്ടി വന്നത്. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നാണക്കേടോ, ഇതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചിന്തകളോ, ഇതൊന്നുമല്ല അവരെ ഇപ്പോൾ തടയുന്നത്. കാരണം അവർ പറയുന്നതിലെ വാസ്തവം എന്ത് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിലേക്ക്, ഒരു ദുരവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ ലോകം. അതുകൊണ്ട് അവർ പബ്ലിഷ് ചെയ്തു. അത് കണ്ടിട്ടെങ്കിലും എന്തുകൊണ്ടാണ് ഞങ്ങൾ റഫ അറ്റാക്കുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതുപോലെ മറ്റു പല രീതിയിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ റേപ്പിന് വിധേയരായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ തുറന്ന് പറഞ്ഞത്, നേരത്തെ ഈ ഹോസ്റ്റേജ് ഡീലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരെ വിട്ടയച്ചപ്പോൾ അവർ വന്ന് പറഞ്ഞു അതിൽ പലരും ഗർഭിണികളായിരുന്നു, ഈ ഹമാസ് ഗർഭിണികൾ ആക്കിയിട്ടുള്ള ആളുകൾ. അപ്പോൾ സെക്ഷൽ പ്രിഡേഷനും അതുപോലെ ഈ സെക്ഷൽ വയലൻസ് ഒരു ടൂളായിട്ട്, ഒരു യുദ്ധമുറയായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പടയാളികൾ ഈ ഹമാസിലെ പെണ്ണുങ്ങളെ പിടിച്ച് റേപ്പ് ചെയ്യുന്നില്ല, അവരുടെ കുട്ടികളെ മനഃപൂർവ്വം പിടിച്ച് കൊല്ലുന്നില്ല, അവരുടെ പ്രായമായ ആളുകളെ മനഃപൂർവ്വം പിടിച്ച് കൊല്ലുന്നില്ല. എന്നാൽ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ച് ഇത് തന്നെയാണ്. ഇതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ ഈ സംഗതിയിൽ പെട്ടിട്ടുള്ള സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ അവർ നേരിടുന്നതും ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസ് ആണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻസ് പോലും നിശബ്ദരായിട്ട് നിൽക്കുന്നു എന്നിടത്താണ് കനി കുസൃതിയുടെ അടുത്ത കുസൃതി നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം കനിയെല്ലാം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആക്ടിവിസം ഒക്കെ കൊണ്ടുകിടക്കുന്ന ആൾ കൂടിയാണ്. ഒരിക്കൽ പോലും ഈ ഹോസ്റ്റേജസ് ആയിട്ട് പിടിക്കപ്പെട്ട ഈ വനിതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സെക്ഷൽ വയലൻസിനെ കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവിടെ തന്നെയാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പും അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മയും നമുക്കിവിടെ കാണേണ്ടി വരുന്നത്. അതിനേക്കാൾ ഉപരി ഈ വിഷയത്തിൽ അവർക്ക് യാതൊരു കാര്യവും അറിയില്ല. അവർ ഇതിനെക്കുറിച്ച് അജ്ഞരാണ്. സമൂഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നുണകൾ മാത്രമാണ് അവർക്ക് മനസ്സിലുള്ളൂ, അതേ അവർക്ക് അറിയുള്ളൂ എന്നതും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് തിരുത്തിയേ പറ്റുള്ളൂ. ഏതായാലും ഈ കനി കുസൃതി ഒപ്പിച്ച ഈ കുസൃതി, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില ചിത്രങ്ങൾ നമ്മളുടെ ഗാസയിൽ നിന്നുള്ളത് ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ ചിത്രം നിങ്ങൾ നോക്കൂ. കുട്ടികൾ അവിടെ പട്ടിണി കിടക്കുകയാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അതുപോലെ 10,000-കണക്കിന് കുട്ടികൾ മരിച്ചു വീണിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു വിഷയം, ഈ ചിത്രമൊന്നും എവിടെയും നമ്മൾ പൊക്കിക്കൊണ്ടുവരുന്ന നമ്മൾ കണ്ടിട്ടില്ല. സംഗതി ഗാസയിലാണ് എങ്കിലും ഗാസയിലെ ആണോ ഈ ചിത്രം? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഞാൻ ഗാസയിലെ ചിത്രമാണെന്ന് പറയുമ്പോൾ നിങ്ങളത് എടുത്തിട്ട് ഓടും. പക്ഷേ ഇത് ഗാസയിലെ അല്ല എന്നതാണ് ഇതിൻ്റെ വസ്തുത. എന്നാൽ നിങ്ങൾക്ക് ഗാസയിലെ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ചിത്രം കൊല്ലപ്പെട്ട ആളുകളുടെ ശവശരീരങ്ങൾ ഇതുപോലെ പെറുക്കി ഇങ്ങനെ വെച്ച് അതിൽ മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ക്രൂരരായ ഇസ്രായേലികൾ നടത്തിയിട്ടുള്ള ആ ഒരു പേക്കൂത്ത് അല്ലെങ്കിൽ നരനായാട്ടിൻ്റെ ആ ഒരു ബാക്കിപത്രമാണ് ഈ കാണുന്നത്. ഇതിനൊക്കെ നമ്മൾ എതിർക്കണം, ഒരു സംശയം വേണ്ട. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, ഈ ചിത്രം ഇത് ഗാസയിലെ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയണം. ഇതും ഗാസയിലെ അല്ല, ഇത് യമനിലെയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ തണ്ണിമത്തനുമായിട്ട് നടക്കണമെന്ന് ചോദിച്ചാൽ അതൊരു എളുപ്പമുള്ള പണിയായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഗുഡ് ബുക്കുകളിൽ കയറാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് ഈ സാധനം എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. നിങ്ങൾക്കൊരു മോറൽ ഹൈ ഉണ്ട് എന്നൊരു ലെവലിലെത്താൻ, അങ്ങനെ ഒരു കഞ്ചാവ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഹൈ പോലെ തന്നെ ഒരു ഹൈ ആണ്. ഞാൻ ഭയങ്കര മാനവിക ബോധമുള്ള ഒരാളാണ്, എനിക്ക് ഭയങ്കര ഒരു മാനുഷിക മൂല്യമൊക്കെ ഉണ്ട്, ഞാൻ ചില്ലറക്കാരനല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വലിയ എളുപ്പമുള്ള കാര്യമാണ് ഈ പറയുന്ന ഗാസയുടെ ഒപ്പം നിൽക്കുക. എന്ത് തന്നെ തെമ്മാടിത്തരം ഈ ഹമാസ് ചെയ്താലും ശരി, അതൊക്കെ കണ്ണും പൂട്ടി അംഗീകരിക്കുക. തൽക്കാലം ലെസർ ഈവിളെന്നോ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇതുപോലെ ഇതിന് ഒരു മോറൽ ഇക്വലൻസ് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മാനവിക ബോധത്തെയും ആ ബോധം ഉൾക്കൊണ്ട് അതിനെ ആ രീതിയിൽ
കേസ് ബൈ കേസ് കണ്ട് അതിൽ പ്രതികരിക്കുന്ന ആളുകളുടെ അത്തരത്തിലുള്ള ആത്മാർത്ഥതയുമാണ് നിങ്ങൾ ഇവിടെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നിങ്ങൾ വില കുറച്ച് നിർത്തുന്നത്. ഇവിടെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഇരകളോടൊപ്പം എന്ന് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗും വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് അൽ ജസീറ അവിടെ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയുടെ റിപ്പോർട്ട് തന്നെയാണ് ഈ കാണുന്നത്. യമനിലെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം. ദ UN ഹാസ് എസ്റ്റിമേറ്റഡ് ദ വാർ ഹാസ് കിൽഡ് 3,77,000 people by the end of 2021. അപ്പോൾ ഗാസയിൽ എത്ര പേര് മരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ മരിച്ചത് 30,000 പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ നിലവിളിക്കുന്നത്. പക്ഷേ ഒരു ഇറ്റ് കണ്ണുനീര് ഈ യമനിലെ കുട്ടികൾക്കും മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുണ്ടോ? ഉയർത്തില്ല, ഇനി ഉയർത്താനും പോകുന്നില്ല. എന്താ കാരണം? ഇവരെ കൊല്ലുന്നത് സൗദി അറേബ്യയാണ്, അതുപോലെ അപ്പുറത്തുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ കൂടിയിട്ടാണ്. മുസ്ലിങ്ങൾ തന്നെയാണ് ഈ മുസ്ലിങ്ങളെ കൊല്ലുന്നത് എന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു ത്രില്ലില്ലേ എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയുടെ റിപ്പോർട്ടാണ് കേട്ടോ. ഇനി നമ്മൾ വല്ല ഓപ്പ് ഇന്ത്യയോ അതല്ലെങ്കിൽ മറ്റേ മറുനാടൻ മലയാളിയാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വായിക്കാതിരിക്കേണ്ട. ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബൈ ദ എൻഡ് ഓഫ് 2021 ബോത്ത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ത്രൂ ഹങ്കർ ആൻഡ് ഡിസീസസ് ചിൽഡ്രൻ അക്കൗണ്ട് ഫോർ 70% ഓഫ് ഡെത്ത്സ്. കുട്ടികളാണ് ഈ മരിച്ച ആളുകളിൽ 70% മരിച്ചിരിക്കുന്നത്. 30 മില്യൺ പോപ്പുലേഷൻ, 20 million in need of humanitarian assistance, 14.5 million do not have enough food, 4 million displaced. ഇത്രയും സംഗതികൾ അവിടെ നടന്നു കഴിഞ്ഞു. ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നിലവിളി ശബ്ദമുണ്ടോ? എവിടെയെങ്കിലും തണ്ണിമത്തനും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഇനി അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഒറിജിനൽ തണ്ണിമത്തനുമായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ആ നേരത്തെ കണ്ട പോലെയുള്ള കുട്ടികൾക്ക് അവരുടെ വായിലേക്ക് ഒരു കഷ്ണം വെച്ച് കൊടുത്ത് ആ കവിളിൽ ഒരു ഉമ്മയും വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടാവും. അതാണ് യഥാർത്ഥ മാനവിക ബോധം, അതാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ നുണകൾ അത് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് ഈ തണ്ണിമത്തനും പൊക്കി പിടിച്ച് അവിടെ ചെന്നിട്ട് ഈ ഷോ ഓഫ് കാണിക്കുന്നത് അത് വെറും കുസൃതിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കനി കുസൃതി, എനിക്ക് പറയാതെ നിവൃത്തിയില്ല. ഓക്കെ, ഇനി ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ശരിക്കും മറ്റൊരു ചിത്രം കൂടി നമുക്ക് കാണാം. അത് ഇതേപോലെ തന്നെ ഗാസയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. ഇവർ താമസിക്കുന്ന വീട്, ഇവരൊന്ന് അങ്ങാടിയിലേക്ക് ഇച്ചിരി പഴം ആ കുട്ടിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാലിപ്പൂവൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ക്രൂരന്മാരായ ഇസ്രായേലികൾ അവരുടെ വീട് ബോംബിട്ട് തകർത്തിരിക്കുന്നു. അത് കത്തി എരിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത് വീണ ആ ബിൽഡിങ്ങിൽ വീണ ബോംബ്, അതിൽ നിന്ന് പടർന്ന അഗ്നി അത് ഇവരുടെ വീട്ടിലേക്ക് പടർന്ന് വീട് മുഴുവൻ കത്തി നശിച്ചു. അവർക്ക് പിന്നെ അങ്ങോട്ട് കയറാനില്ല. അവർ പോകാൻ നേരത്ത് പഴം ഇല്ലാതെ പോയി. അപ്പോൾ മേശപ്പുറത്ത് പാല് വാങ്ങിച്ച് വെച്ചിട്ട് തിരിച്ച് ആ പാല് വെച്ചതിലേക്ക് ഈ പഴവും കൂടി ആഡ് ചെയ്തതൊന്ന് ഉടച്ച് അത് ഒരു ഒരു ഗാസ ഷേക്ക് ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയത്. എന്ത് ചെയ്യാൻ കഴിയും? തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഈ ഇസ്രായേൽ ആ ബോംബ് നശിപ്പിച്ചിരിക്കുന്നു. ഒന്നും ചെയ്യാനില്ല. ആ കുട്ടിയെയും കൊണ്ട് അമ്മ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. പക്ഷേ ഇത് ഇസ്രായേലിലോ ഇത് പാലസ്തീനിലോ അല്ല, ഇത് പാകിസ്ഥാനിലാണ്. ഇന്ന് നടന്ന വിഷയമാണ്. നബി നിന്ദ നടത്തിയെന്നും പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനിയെ അവിടെ തല്ലുന്നു, മോബ് ലിഞ്ചിങ് നടത്തുന്നു. അങ്ങനെ ആ അരിശം മുട്ട് എന്താ ഒരു പദ്യമുണ്ടല്ലോ, എന്നിട്ടും അരിശം തീരാഞ്ഞവൻ ഇതിനു ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞ മാതിരി കാക്കാമാർ എന്നിട്ടും അരിശം തീരാഞ്ഞ് അവിടെ കണ്ട ക്രിസ്ത്യാനികളുടെ കംപ്ലീറ്റ് വീട് തീക്കിട്ടു. അങ്ങനെ വീട് തീയിട്ടപ്പോൾ മുസ്ലിങ്ങൾ ഇട്ട തീയിൽ കത്തിപ്പോയ ക്രിസ്ത്യാനിയുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയുടെ കുട്ടിയുമാണ് ആ നിൽക്കുന്നത്. എത്ര പേർക്കറിയാം? എവിടെയെങ്കിലും കണ്ണുനീര് കണ്ടോ? എവിടെയെങ്കിലും തണ്ണിമത്തൻ കണ്ടോ? എവിടെയെങ്കിലും ഒരു കഷ്ണം കുക്കുംബറെങ്കിലും കണ്ടോ? പക്ഷെ ഞാനിവിടെ കൊണ്ട് പിടിച്ചു വച്ചിരിക്കുകയാണ്. കാരണം ഇത് പച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള പച്ച ക്യൂക്കുംബർ ആണ്. ഇതാണ് എൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധത്തിന് വേണ്ടിയിട്ടുള്ള സാധനം. ജയ് ക്യൂക്കുംബർ. ഇത് ക്യൂക്കുംബർ അല്ല, ദിസ് ഈസ് നോട്ട് വാട്ടർ മെലൺ എന്ന് പറഞ്ഞ മാതിരി ദിസ് ഈസ് നോട്ട് ക്യൂക്കുംബർ. ഓക്കെ, ഇനി അതാരും തെറ്റിദ്ധരിക്കരുത്. ഇത് പാലസ്തീനികൾക്ക് വേണ്ടിയല്ല, ഇത് പാകിസ്ഥാനികളിലെ പച്ചകൾക്ക് വേണ്ടിയാണ് എന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണാം, ഈ എഴുതി വച്ചിരിക്കുന്നത് ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വച്ചിരിക്കുന്ന സംഗതിയാണ്. ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ്. ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ആർട്ടിക്കിൾ 7 മറ്റോ ആണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതുപോലെ പാകിസ്ഥാൻകാർ പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം കിട്ടിയാൽ മാത്രമൊന്നും പോരാ, നിങ്ങൾ വിഭജിച്ചു അതൊക്കെ ശരി, പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെയാണ്.
നിങ്ങൾ ഉണ്ടാകാനേ പാടില്ല, ഗസ്വായ് ഹിന്ദ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പാകിസ്ഥാനികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ സംഗതി? അതുതന്നെയാണ് ഇവിടെ ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അത് വിഭജിച്ചിട്ടില്ല, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളില്ല, അല്ലെങ്കിൽ അത് ഇവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്തു തന്നെയായാലും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ, അങ്ങനെ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു 2 രാജ്യമായി മാറുന്നതിൽ ഒന്നിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് എങ്കിൽ, മറ്റൊന്ന് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ, ആ പാലസ്തീനിൽ നിൽക്കുന്ന ഹമാസ് പറഞ്ഞു വെക്കുന്ന കാര്യം, ഇന്ന് ഗാസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് പറയുന്ന കാര്യമാണ് ഇസ്രായേൽ ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ. ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല കൂട്ടാളികളെ, എൻ്റെ പൊന്ന് കനി കുസൃതി. ഇതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഹമാസോളികൾ ഇങ്ങനെ എഴുതി വെച്ചതിന് നിങ്ങൾക്ക് എന്താ എന്ന് നിങ്ങൾ ചോദിക്കും. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിപ്പോകുന്ന ചില കാര്യങ്ങൾ. ഇത് കനി കുസൃതിക്ക് മാത്രം പറ്റിയിട്ടുള്ള കാര്യമല്ല കേട്ടോ, കനി കുസൃതിയുടെ വാപ്പയായിട്ടുള്ള മൈത്രേനും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താ, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഇത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു കാരണമുള്ളൂ. ആ കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മതമാണ് എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനം മതമാണ്, ഇതിൻ്റെ മുകൾ സ്ഥാനവും മതം തന്നെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുകൾ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ ഈ ഒരു വിഷയത്തിൽ മതത്തിൻ്റെ സാധനങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആ പരിപാടി അവസാനിപ്പിച്ചാൽ മാത്രമാണ് ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ഒരു 2010 ശേഷം 15 ശേഷമുള്ള കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഈ ഒരു 2024 എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഓരോ അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളായാലും അപ്പോൾ ഇത്ര നാൾ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലേ? ബന്ധം ഉണ്ടായിരുന്നില്ല. ഇവർ ബദ്ധ ശത്രുക്കളായിരുന്നു എന്ന് മാത്രമല്ല, ഈ സൗദിയിലും അതുപോലെ UAE-യിലും അതുപോലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ കുട്ടികൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്കിലടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ജൂതന്മാരെ കൊല്ലണം, വെറുക്കണം, അവർ കഴുതകളെ പോലെയാണ്, അവർ കുരങ്ങന്മാരെ പോലെയാണ് എന്ന് പറയുന്ന ഖുർആനിലെയും ഹദീസിലെയൊക്കെ വാക്യങ്ങൾ തന്നെയായിരുന്നു ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും എഴുതി വെച്ചിട്ട് 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ഈ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ഇത് എടുത്തു മാറ്റിയിരിക്കുന്നു. ആരാണ് മാറ്റുന്നത്? അറബ് രാഷ്ട്രങ്ങൾ. അതായത് അറബ് രാഷ്ട്രങ്ങൾ ജൂതവിരുദ്ധത ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് അത് ഒഴിവാക്കേണ്ട കാരണം ഇവർ ഈ ജൂതന്മാർ പാടില്ല, നേരത്തെ ചാർട്ടറിൽ എഴുതിയതായാലും ഇവിടെ ഈ ഹദീസിൽ എഴുതി വച്ചിരിക്കുന്ന സംഗതിയായാലും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം എന്ന മതം അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അറേബ്യൻ പെനിൻസുലയിൽ ജൂതന്മാർ മാത്രം മതി, മുസ്ലിങ്ങൾ മാത്രം മതി, അവിടെ ജൂതനോ ക്രിസ്ത്യാനിയോ പാടില്ല എന്ന ഒരു ഇസ്ലാമിക തത്വം, എന്ന മുഹമ്മദിൻ്റെ വലിയൊരു സ്വപ്നം അതാണ് ഇവിടെ പറഞ്ഞു വെക്കുക. അല്ലെങ്കിൽ ഒരു പ്രവചനം എന്ന് നമുക്ക് പറയാം. പാളിപ്പോയ മറ്റൊരു പാളിസായ ഒരു പ്രവചനമാണ്. ഒരു പ്രവാചകനാണത്രേ. ഒരു പ്രവചനം പോലും മര്യാദയ്ക്ക് നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പോട്ടെ, സാരല്ല, മനുഷ്യനായി പോയില്ലേ പുള്ളേ. അപ്പോൾ ഈ ഹദീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഒരു മരത്തിൻ്റെ ചിത്രവും നിങ്ങൾക്ക് കാണാം. എന്താണ് ആ മരം? ആ മരത്തിൻ്റെ പേര് ഗർഗത്ത് ട്രീ എന്നാണ് അതിൻ്റെ പേര്. ഗർഗത്ത് മരം. ഈ നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ പാലസ്തീനും അതുപോലെ വിശുദ്ധ നാട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനികൾ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ പോയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ കാക്കാമാർ. ഖുർആനിൻ്റെ ഭൂമിയിലൂടെയെന്നോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു പരിപാടി, അത് പണ്ട് വീഡിയോ ആയിട്ടൊക്കെ ഇറക്കിയിരുന്നു. അതുകൂടാതെ ടൂർ പ്രോഗ്രാംസും ഉണ്ടാകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ ഇങ്ങനെ ആ വിശദീകരണമൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു വീഡിയോ ടേപ്പ് ഇന്നിപ്പോൾ അത് CD രൂപത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ KT ജലീലാണ്, നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരൻ, നമ്മളെ സിമിക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ പുള്ളി അതിനകത്തൊക്കെ പറഞ്ഞു വെക്കുന്ന ആ സംഗതി എന്ന് പറയുന്നത് ഈ ഒരു മരത്തെക്കുറിച്ചൊക്കെയാണ്. എന്താണ് ആ മരം? ഗർഗത്ത് എന്ന് പറയുന്ന മരം. ഈ മരം ജൂതന്മാരുടെ മരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂതന്മാർ ഇതുപോലെ വന്ന് ഈ യുദ്ധം അവിടെ നടക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഈ ഒരു സാധനം ഈ ചിത്രത്തിൽ എഴുതി വെച്ചെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, അതായിരിക്കും സൗകര്യം. ഔസാച്ച് ഈസ് ദ അറബിക് നെയിം ഓഫ് Lycium Shawley trees, but Arabs use the word Gharqat only to describe the large Lycium trees. The thorny Ausach or Gharqat, member of the nightshade family, has violet flowers and small spherical red and orange berries. ഈ ഖുർആൻ്റെ ഭൂമിയിലൂടെ എന്ന് പറയുന്ന വീഡിയോയിൽ അവർ പറയുന്നത് ഇത് കണക്കാക്കിക്കൊണ്ട് ഈ ഗർഗത്ത് എന്ന് പറയുന്ന മരം ജൂതന്മാരെല്ലാ വീട്ടിലും നട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ കൃഷി വ്യാപകമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ നാട്ടുകാരെ, മലയാളികളായിട്ടുള്ള കാക്കാമാരെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ബാക്കി വായിക്കാം. The prophet
Muhammad declared Garkat as the tree of the Jews in his prophecy hadith, in which he predicted that the day of judgment will not arrive until the Muslims fight the Jews and kill them. അവസാന നാൾ വരില്ല എന്ന് വരെ ഈ മുസ്ലിങ്ങൾ ജൂതന്മാരെ പിടിച്ച് കൊല്ലുന്നത് വരേക്കും. അൺടിൽ ദ ജൂ ഹൈഡ്സ് ബിഹൈൻഡ് ദ സ്റ്റോൺസ് ആൻഡ് ദ ട്രീസ്. അവർ ഈ മരത്തിൻ്റെയും കല്ലിൻ്റെയൊക്കെ പിന്നിൽ ഒളിക്കും. ആൻഡ് ഈച്ച് സ്റ്റോൺ ഓർ ട്രീ വിൽ സേ, ഓ മുസ്ലിം, ഓ സെർവൻറ്റ് ഓഫ് ഗോഡ്, ദർ ഇസ് എ ജൂ ഹൈഡിങ് ബിഹൈൻഡ് മീ. അപ്പോൾ ആ കല്ലും മരങ്ങളൊക്കെ വിളിച്ച് പറയും, എൻ്റെ പിന്നിൽ ഇതേ ഒരു ജൂതനുണ്ട്, വെട്ടിക്കോ കൊന്നോ എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് അങ്ങനെ വിളിച്ച് പറയും. ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്ന് ചോദിക്കുക. അപ്പോൾ അത് അവിടെ വിളിച്ച് പറയുന്ന സമയത്ത് ഗർക്കത് മരം അത് പറയില്ല, അത് ജൂതനെ രക്ഷിക്കും. ഓ മുസ്ലിം, ഓ സെർവൻറ്റ് ഓഫ് ഗോഡ്, ദർ ഇസ് എ ജൂ ഹൈഡിങ് ബിഹൈൻഡ് മീ, കം ആൻഡ് കിൽ ഹിം എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഫ്രം ദ ഗർക്കത്ത് വിച്ച് ഈസ് ദ ട്രീ ഓഫ് ദ ജ്യൂസ്. ജൂതന്മാരെ രക്ഷിക്കുന്ന മതമാണ് ഗർക്കത്ത്. ഗർക്കത്ത് അത് വിളിച്ച് പറയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗർക്കത്ത് മരം വെട്ടിക്കളയണം എന്നൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ദിസ് പ്രോഫസി ഹദീസ് വാസ് widely circulated during the Arab-Israeli conflict and after the establishment of the state of Israel in 1948. The strange thing is that fact that the Israelis are showing increasing interest in planting such kind of thorny trees. ഇത് മരുഭൂമിയിൽ സ്വാഭാവികമായിട്ട് വളരാൻ സാധ്യതയുള്ള ആ ഒരു ഭൂപ്രദേശത്ത് വളരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണിത്. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ തെങ്ങ് കണ്ടിട്ട് നമ്മളെ ആൾക്കാർ പറയാണ്, കണ്ടില്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ തെങ്ങാണ്, ഇത് മലയാളികളുടെ മരമാണ്. അപ്പോൾ തമിഴന്മാരും കന്നഡക്കാരൊക്കെ ഇവിടെ വന്ന് ആക്രമിക്കുന്ന സമയത്ത് മലയാളികൾ ഓടി വിളിക്കും, അങ്ങനെ എല്ലാ മരത്തിൻ്റെ പിന്നിലും കിടന്ന് ഒളിക്കും, കല്ലിൻ്റെ പിന്നിലൊക്കെ എല്ലാ മരവും കല്ലും വിളിച്ച് പറയും, ഓ തമിഴൻ, ഓ കന്നഡക്കാരാ, എൻ്റെ പിന്നിൽ ഒരു മലയാളി ഒളിച്ചിരിപ്പുണ്ട്, എക്സെപ്റ്റ് നമ്മളുടെ തേങ്ങാമരം. അപ്പോൾ തേങ്ങാമരം അത് മലയാളികളുടെ മരമാണ്, അത് നിങ്ങൾ സൂക്ഷിച്ചോ, ആ മരം വെട്ടിക്കളയണം, അത് ഒരു വലിയ പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറയുന്നത്. തെങ്ങ് ഒരു ഭീകരജീവിയാണെന്നൊക്കെ പറയുന്നത്. ഇമാതിരി ഉളത്തരമാണ് ഈ മതത്തിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര വിശ്വാസികൾക്ക് ബോധ്യപ്പെടും, എത്ര ഈ പുരോഗമനവാദികൾക്ക് ബോധ്യപ്പെടും. അതിന് മറ്റൊരു ഹദീസ്, അല്ലാഹ്സ് അപ്പോസ്റ്റൽ സെഡ്, you will fight with the Jews until some of them will hide behind the stones. The stone will betray them, saying, oh Abdullah, there is a Jew hiding behind me, so kill him. അപ്പോൾ ജൂതനെ കൊല്ലുക എന്ന് പറയുന്ന സംഗതി അടിസ്ഥാനപരമായിട്ട് മുസ്ലിമിൻ്റെ ഒരു അവകാശമാണ്, അവൻ്റെ ഒരു ബാധ്യതയുമാണ്. അത് സ്വപ്നം കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുന്ന ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലേക്കും വെച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്നത്. എന്നിട്ടും വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില വീഡിയോസ്, ചിത്രങ്ങളും കൂടി കാണിച്ചു തരാം. ഇത് പ്ലേ ചെയ്ത പണി കിട്ടും, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് ഡേ വിൽ നോട്ട് കം അൺടിൽ ദ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് ആൻഡ് കിൽ ദം. അതുകൊണ്ടാണ് ഹമാസ് ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ പാടില്ല. അതുകൊണ്ടാണ് തുടക്ക കാലഘട്ടങ്ങളിൽ അറബികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അന്ന് പറഞ്ഞത് ഇസ്രായേൽ പാടില്ല. ഓരോ പാർട്ടീഷൻ പ്ലാൻസും അന്ന് അത് നിഷേധിച്ച് മുന്നോട്ട് പോയതിൻ്റെ കാരണം ഇസ്രായേൽ പാടില്ല. ജൂതരാഷ്ട്രം വന്നാൽ അത് മുഹമ്മദ് നബി പറഞ്ഞത് പൊളിഞ്ഞ് പാളീസാവുന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് പാടില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഇത് ഇംഗ്ലീഷുകാരല്ലേ, നമ്മളെ മലയാളത്തിൽ ഇതൊക്കെ പഠിപ്പിക്കുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജ്യൂസ് ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കൂ. അപ്പോഴേക്കും ഞാനൊരു 2 മുന്തിരി കഴിക്കട്ടെ. ഹാനികരമാണ്, തിന്നരുത്, കേടാണ്. പിന്നെ കുറെ തിന്നുള്ളതല്ല, തിന്നുന്നത് എന്ത് വേണം പറ? ചവച്ച് കഴിക്കണം, ജ്യൂസ് കുടിക്കരുത്. എന്തുകൊണ്ട്? പഴം യാതൊരു കാരണവശാലും വെള്ളത്തോട് യോജിക്കൂല. ജ്യൂസ് കുടിക്കരുത്. ജ്യൂസ് എന്നൊരു വർഗം ഉണ്ടല്ലോ, നമ്മളെ ശത്രുക്കളല്ലേ, അവരെന്താ ജ്യൂസ് ജൂതന്മാർ. മനസ്സിലായില്ല? ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജൂതന്മാർ. ജ്യൂസ് കഴിക്കാനേ പാടില്ല. കഴിഞ്ഞോ? സോറി. ഇതാണ് അവസ്ഥ. എന്നാലും നമ്മളെ പുരോഗമനവാദികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ ആരും ഉണ്ടാക്കി പറയുന്നതാണെന്ന് വിചാരിക്കും. ഇത് ഇസ്ലാമിലില്ല എന്ന് വിചാരിക്കും. ഇത് നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് പോലും മദ്രസയിൽ നിന്ന് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന കാര്യമാണ്. ഓരോ സുന്നി പള്ളിയിലൊക്കെ ഓരോ വക്ത് നിസ്കാരം കഴിയുമ്പോഴും ഓരോ ഉസ്താദുമാർ ഓരോ തരത്തിലാണ് പ്രാർത്ഥിക്കുക. പക്ഷേ ഞാൻ വലിയ സംഭവമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് ഇറങ്ങുന്ന ചില ഉസ്താദുമാരുണ്ട്. അവർ
പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് നീട്ടും എല്ലാ വക്തിലും 5 വക്തിലും. പ്രത്യേകിച്ച് സുന്നിപ്പള്ളിയിലാണ് ഈ ഓരോ പ്രാർത്ഥനയൊക്കെ ഉള്ളത് നിസ്കാരം കഴിയുമ്പോൾ. ബാക്കിയുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ചയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ശാപപ്രാർത്ഥന തന്നെ ഉണ്ട്. അതിൽ പറയുന്നൊരു കാര്യമാണ്, ആ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ബഹുദൈവ ആരാധകരെയൊക്കെ നിന്ദിക്കണം, അവരെ തോപ്പിക്കണം, മുസ്ലിങ്ങളുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ശാപപ്രാർത്ഥന അത് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിലെടുത്ത് പറയുന്നത് ഈ ജൂതന്മാർ വൻ നസാറ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്രിസ്ത്യാനികൾ അതുപോലെ ജൂതന്മാർ അവരെ എതിർക്കണം, അവരെ തോപ്പിക്കണം എന്ന് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഇത് കേട്ടും മനസ്സിലാക്കിയും ഇത് വയലു പരമ്പരയിലൂടെ ഇതുപോലെയുള്ള പരിപാടിയിലൂടെ കേട്ടും മനസ്സിലാക്കി പോകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂതനെ കണ്ടിട്ടില്ല എങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധനമാണ് ഈ ജൂതനോടുള്ള വിരോധം. അതുകൊണ്ട് തന്നെയാണ് ഒരു രമ്യമായ പരിഹാരം. ലോകത്ത് ഈ അതിർത്തി തർക്കങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഒത്തിരിയല്ല, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ 2 വിഭജനങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ഒരു വിഭജനം. ആ സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുന്നു ഇത് പറയാനുള്ള അവകാശം നമുക്കുണ്ട് എന്നതുകൊണ്ട് പറയുന്നു ഇത് പുത്തരിയല്ല. അപ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ബോധമുള്ള മനുഷ്യന്മാർ ചെയ്യുക. പക്ഷേ അത് മതം അവിടെ ഹൈജാക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിന് നിലനിൽപ്പില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മതമാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് കളിക്കുന്ന സാധനം എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്. ഏതായാലും ഈ വിഷയം സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു വലിയൊരു സീരീസ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ച. അതിൽ ഒരു ചെറിയ ഭാഗം, ഒരു 5 മിനിറ്റ്, ഈ പോരാട്ടത്തിൽ മതമില്ല, വിഭവങ്ങൾക്കായുള്ള യുദ്ധമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മളുടെ കനിയ കുസൃതിയുടെ വാപ്പയാണ്, നമ്മുടെ മൈത്രേയൻ. അപ്പോൾ അത് പരാമർശിച്ചുകൊണ്ട് അന്ന് നടന്നിട്ടുള്ള വിഷയം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചൊന്ന് കേൾക്കാം. എൻ്റെ വീഡിയോ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഉണ്ട്, ധൈര്യമായിട്ട് പ്ലേ ചെയ്യാം. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നും. അതായത് മൂന്നാമത് നമ്മൾ ചോദിക്കുന്നത്, സാധാരണ ഇത് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ മൈത്രേയനെ പോലുള്ള ആളുകളൊക്കെ വളരെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്വതന്ത്ര ഹിന്ദുവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ മതമില്ല എന്നാണ്. ഞാൻ പല ചാനൽ ചർച്ചകളിലും ആങ്കേഴ്സ് ആദ്യമേ തന്നെ പറയാം ഇതിൽ മതമൊന്നുമില്ല, അതൊരു മതപ്രശ്നമേ അല്ല. എല്ലാ മതത്തിന്റെ കുറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ പ്രധാന പ്രശ്നം മതമല്ലേ. മൈത്രേയന്റെ ഒക്കെ ഒരു വാദം എന്ന് പറയുന്നത് ഇത് വിഭവങ്ങൾ പങ്കുവെക്കാനുള്ള യുദ്ധമാണെന്നാണ്. നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് ഒരു വിഭവം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മരുഭൂമിയാണ് ഇസ്രായേലിന്റെ 60%, ഒന്നിനും കൊള്ളാത്ത മരുഭൂമിയാണ് ഇസ്രായേലിന് കിട്ടിയത്. അവിടെ പിന്നെ അവർ പൊന്നു വിളയിപ്പിച്ചു, പല ടെക്നോളജി ഉപയോഗിച്ച് അവർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു ഇസ്രായേലിലെ ഈ വിഭവം എന്നുള്ളത്? മതം തന്നെയല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ് എനിക്ക് ആരിഫിനോടും ടോമിയോടും രണ്ടുപേരോടും ചോദിക്കാനുള്ള ചോദ്യം. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പറയാനാണ്. കാരണം ഈ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഇതാണ്, മുഹമ്മദ് നബി പറഞ്ഞൊരു കാര്യമാണ്. Judgment day will come only when the Muslims fight the Jews and kill them. Until the Jew hides behind the tree and the stone, and the tree and the stone say, O Muslim, O servant of Allah, there is a Jew behind me, come and kill him. Except for the Gharqad tree, for it is one of the trees of the Jews. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളുടെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഗാസയിൽ ബോംബിടുന്ന സമയത്ത്, ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസാണ്. ഇത് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ തോക്കുന്നത് കാര്യമാക്കണ്ട. എല്ലാ തവണയും നമ്മൾ ഈ പറയുന്ന ഇസ്രായേലിന് അവിടെ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയ യുദ്ധമാണ്. നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം അറബ് രാജ്യങ്ങളെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നു. 6 ഡേ വാറിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അതിനുശേഷം ഏത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റാക്കിങ് നടക്കുമ്പോൾ, ഇന്നും നടക്കുന്നത് കാണുമ്പോൾ ഈ പാലസ്തീനികൾ ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ ഈ ഹമാസിനെ പോലെയുള്ള സംഘടനകളുടെ ആ ദുരുദ്ദേശപരമായിട്ടുള്ള യുദ്ധമുറകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ അവരവിടെ സ്വാഭാവികമായിട്ട് തോറ്റ് പിന്മാറേണ്ടി വരുന്ന സമയത്ത് അവിടെ എടുത്ത് പറയുന്ന, ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന, പള്ളികളിൽ നിന്ന് നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, പേടിക്കണ്ട, വിഷമിക്കണ്ട, അന്തിമ വിജയം മുസ്ലിങ്ങൾക്കാണ്. ഇതാണ് ഞങ്ങളോട് പറയാറ്. ഇത് പറഞ്ഞുകൊണ്ട് ഓരോ മുസ്ലിമിനെയും ഇതിൽ സമാധാനിപ്പിച്ച് ഇതിൽ അന്തിമ വിജയം വരുന്നത് വരേക്കും നമുക്ക് കാക്കണം, എന്നിട്ടേ ഇവിടെ ലോകാവസാനം ഉണ്ടാവുള്ളൂ, ധൈര്യമായിട്ടിരുന്നുള്ളൂ എന്ന് പറയും. എന്നിട്ട് അതിന് തെളിവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ കഥയും കൂടി പറഞ്ഞുതരും. കല്ലിൻ്റെ കഥ, മരത്തിൻ്റെ കഥ. ഗർഖദ് മരം അവിടെ നട്ടുപിടിപ്പിക്കുന്നത്, അതിൻ്റെ ചിത്രം നെതന്യാഹു ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് ചിത്രം പ്രചരിപ്പിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാത്ര പോകുന്ന ആളുകൾ ഈ ഗർഖദ് മരത്തെ ഇങ്ങനെ ക്ലോസപ്പിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കും ഇവിടെ. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ വിശ്വാസിയായിരിക്കുന്ന കണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ജന്മത്തിൽ ഒരു തവണ പോലും ജൂതനെ കാണാത്ത ഞാൻ പോലും
നമ്മൾ അവിടെ ആ ജൂതനെ വെറുക്കണം എന്ന രീതിയിൽ നമ്മുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം അവിടെ പാടില്ല, അനൈലേറ്റ് ചെയ്യണമെന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് ഹമാസും പറഞ്ഞു വെക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചോട്ടെ ആരിഫ്, ഈ ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയാണ് പറഞ്ഞിരുന്നല്ലോ. അതെ, അത് ശരിക്കും തമാശയായിട്ട് എല്ലാവരും എടുത്ത്, സത്യത്തിൽ അത് തമാശയാണോ അല്ലെ യാഥാർത്ഥ്യമാണോ? അതെല്ലാം ഞാൻ പറയാൻ വന്നത്, അതിൽ നിൽക്കുമ്പോഴാണ് ചോദ്യം. അതായത് അദ്ദേഹം അവിടെ കാസിമി അത് എന്തിനാ പറയുന്നത്? അദ്ദേഹം അവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്. അപ്പോൾ ആളുകളോട് ജ്യൂസ് കുടിക്കരുത്, നിങ്ങൾ പഴം ജ്യൂസ് അടിക്കാതെ ചവച്ച് തിന്നണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ആളുകളുടെ കയ്യിൽ നിന്ന് സാധനം പോകും, എന്നിട്ട് ഇതുപോലെ പഴം ജ്യൂസ് അടിച്ച് കഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഇനി എങ്ങാനും ഒരാൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അവരോട് പറയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ മിക്സിയിൽ പന്നിയുടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് ഇതിനകത്തേക്ക് അരഞ്ഞു ചേരും, അപ്പോൾ നിങ്ങൾ അങ്ങനെ ജ്യൂസ് കുടിച്ചാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു വിശ്വാസി ആ ജ്യൂസ് അടിക്കാതെ ഇരിക്കുക, സമാനമായ രീതിയിൽ അങ്ങനെ ആ ജ്യൂസ് അടിക്കാതെ ഇരിക്കണം എന്നുള്ള ചിന്ത തലയിലേക്ക് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പേടി, ആ ഒരു ഭയവും അതുപോലെ അത്തരത്തിൽ ആ ഒരു ദൃഢബോധവും അവിടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിച്ചതാണ്. കാരണം എന്താ, ജ്യൂസ് എന്ന വാക്ക് ഈ ജ്യൂസ് എന്ന് പറയുന്ന ഈ വാക്കുമായിട്ട് ചേർന്ന് വരുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുകയാണ്. കാരണം ഒരു വിശ്വാസി അത് കേട്ടിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ വായിൽ വരും ജ്യൂസ്, ജ്യൂസ് പാടില്ല എന്നുള്ള പറഞ്ഞു, ജ്യൂസ് ജൂതന്മാരല്ലേ. വളരെ സിമ്പിളല്ലേ? വലിയ കുഴപ്പം പിടിച്ച പന്നിയുടെയും അല്ലെങ്കിൽ എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോവാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ആ ബോധം അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ പോലും ഉപയോഗിക്കാൻ പാകത്തിന് ഈ ജൂതന്മാരോടുള്ള വിരോധം അത് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇത് വിഭവമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രധാന വിഷയമെന്ന് പറയുന്നത്. ഇന്ന് നിലവിൽ ഒരു സൊല്യൂഷന് വേണ്ടി നമ്മൾ മുന്നോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടും മുന്നോട്ട് വന്നത് ഇന്നും മുന്നോട്ട് വരുന്നത് ഒരേ ഒരു കാരണം പറഞ്ഞുകൊണ്ടായിരിക്കും, അത് ജൂതരാഷ്ട്രം പാടില്ല, ജൂതന്മാരിവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കാര്യങ്ങളെ തടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ മതം തന്നെയാണ് കാരണം. അതിൽ ടോമിക്ക് എന്താണ് ചേർക്കാനുള്ളത്? ഇതിന്റെ അകത്ത് അരിഫ് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട വിഷയം മതം തന്നെയാണ്. പക്ഷെ മതമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഇത് മതമല്ല വിഭവമാണെന്ന് പറയുന്നത്. ഏത് വിഭവമാണെന്ന് പറയുന്നവർ പറയണം ഏതെല്ലാം വിഭവങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം പറയാനുണ്ടോ? ഇല്ല. ഇത് ആദ്യത്തെ യുദ്ധം മുതൽ ആദ്യത്തെ 48 യുദ്ധം വന്നപ്പോഴത്തേക്കും ഏത് വിഭവത്തിന് വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടത്തോടുകൂടി വന്നത്? അങ്ങനെ ഒരു വിഭവം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തേക്ക് നോക്കാം, എന്തുമാത്രം സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. താലിബാനിൽ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അന്ന് ഇതല്ലല്ലോ ആളുകൾ പറഞ്ഞത്, അന്ന് അത് തീവ്രവാദികൾ അവർ നമ്മൾ എടുക്കുന്നില്ല. കാരണം ആ മതം എപ്പോഴാണോ പ്രതിക്കൂട്ടിലാകുന്നത് അവിടെ അവര് അതിനെതിരായിട്ട് പറയുന്നില്ല. ശരിക്കും മതം നോക്കി മാത്രമാണ് പ്രതികരിക്കുന്നത്. അതായത് ഇസ്ലാം കൊല്ലുമ്പോൾ അവർക്ക് പ്രതികരണമില്ല, ഇസ്ലാം മറ്റുള്ളവരെ കൊന്നപ്പോഴും പ്രതികരിക്കുന്നില്ല. തിരിച്ച് ഇസ്ലാം കൊല്ലപ്പെടുന്നതും എതിർവശത്ത് ഇസ്ലാം അല്ലാത്തവരുമാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ന്യായീകരണങ്ങളുമായിട്ട് വരുന്നത്. കൊല്ലുന്നവരും മരിക്കുന്നവരും എല്ലാം മനുഷ്യരാണ്, അവരുടെ ജീവനം അവരുടെ എല്ലാത്തിനും ഒരേ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിട്ട് മതമുണ്ട് എന്നങ്ങ് പറഞ്ഞ് നേരിട്ടങ്ങ് പ്രശ്നം ഇതിനെ അഡ്രസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. എന്തായാലും അതിൻ്റെ അകത്ത് മതമുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. എതിർവശത്ത് സോഷ്യലിസ്റ്റും ആവാൻ പാടില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് ചൈനയിലെ കാര്യം പറയാത്തത്. അതെ അതെ, ഉയ്ഗറിന്റെ കാര്യത്തിൽ ആരും പറയുന്നില്ല. അതെ. ഓക്കെ, ഞാനിത് കേൾപ്പിച്ചെന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. നുണകൾ, ഒരു 10 നുണകളാണ് നമ്മൾ അതിനകത്ത് പരിശോധിക്കുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇങ്ങനെ ഓരോ വിഷയങ്ങളും അതിനകത്തുണ്ട്. അതിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാം. അതിൽ നമ്മൾ എടുത്തു പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ ഒരു മാപ്പ് സംബന്ധിച്ചിട്ടുള്ള വിഷയം. ഇത് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ആ മാപ്പ് ഇങ്ങനെ ആദ്യം മുകളിലുള്ളത് ഒരു പച്ചയും വെള്ളയും തമ്മിലുള്ളൊരു മാപ്പ്, എന്നിട്ട് അതിങ്ങനെ ഇസ്രായേൽ കൂടി വരുന്നു, പാലസ്തീൻ പച്ച അതിങ്ങനെ കുറഞ്ഞു വരുന്നു. ഇതാണ് നമ്മളെപ്പോഴും എല്ലായിടത്തും പ്രചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന ഒരു മാപ്പ്.
അതൊരു തെറ്റായ ഒരു ഡെപിക്ഷനാണ് എന്നത് മാത്രമല്ല, ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നൊരു മാപ്പാണ്. ഇത് പണ്ട് ഞാൻ ഷെയർ ചെയ്ത് ഇതുപോലെ ഒരു സംഗതി പറഞ്ഞതിൻ്റെ പേരിലാണ്. പണ്ട് ഹോമിയോ ഡോക്ടറായിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നൊരു ഇസ്രായേലി ആയിട്ടുള്ളൊരു വനിത, അവർ ഇത് ഞാൻ ഇട്ടു എന്നതിൻ്റെ പേരിൽ അവർക്ക് വലിയ തോതിൽ വിഷമമുണ്ടാവുകയും അങ്ങനെ അന്ന് എന്നെ ബ്ലോക്ക് ചെയ്തൊക്കെ പോകുന്ന ഒരവസ്ഥ. പിന്നീട് നമുക്കിപ്പോൾ ബോധം വെച്ചപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ അവരോട് ഞാൻ ചെന്ന് കാര്യം പറഞ്ഞ് ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും വലിയ സുഹൃത്തുക്കളാണ്. എന്തെങ്കിലും ഒരു ദിവസം അവർ നമ്മളുടെ ചാനലിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. നേരെ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചും നമ്മൾ ചില കാര്യങ്ങൾ നോക്കണം. ഈ ഒരു ഇമേജ് നിങ്ങൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സൂം ചെയ്ത് വിശദമായിട്ടിരുന്ന് വായിക്കേണ്ട ഒരു സാധനമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം എങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നുണയാകുന്നത് എന്നതാണ് നമുക്കിവിടെ ആദ്യം ഒന്ന് ഓടിച്ച് നോക്കാനുള്ളത്. അതുകൂടാതെ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്ന നമ്മൾ RCയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗവും നമുക്കിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു 4 ചിത്രത്തിൽ കൂടെ നമുക്ക് ഓടി നോക്കാം. അപ്പോൾ ആദ്യത്തെ ചിത്രം 1947 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ അവിടെ എന്താണ്? അതായത് അവിടെ പാലസ്തീനുണ്ട്, പിന്നെ ഇച്ചിരി വെള്ള നമ്മളെ ഇസ്രായേൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓൺ പാലസ്തീനിയൻ ലാൻഡ് എന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1947 അത് പാലസ്തീൻ ആയിരുന്നില്ല, അത് ബ്രിട്ടീഷ് ഗവൺമെൻസിൻ്റെ കീഴിലായിരുന്നു അതവിടെ ഉണ്ടായിരുന്നത്. അത് ആദ്യം നമ്മൾ ഓർക്കണം. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. ജൂതയ, അതുപോലെ ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പേരിൽ തന്നെയാണ് ആ സ്ഥലം അവിടെ ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇനിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുറാൻ എടുത്തിട്ട് നിങ്ങൾ ഇസ്രായേലിയരെ എന്നൊക്കെ വിളിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിനകത്ത് ഇസ്രായേൽ എന്നുള്ള വാക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുക. എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് ഇസ്രായേൽ കാണും. എന്നിട്ട് പിന്നെ പാലസ്തീൻ എന്ന് പറയുന്ന വാക്കും നിങ്ങൾ അതിനകത്തൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പാലസ്തീൻ കിട്ടും. ഈ പാലസ്തീൻ എന്ന് പറയുന്ന വാക്ക് പോലും അവിടെ വന്നത് അത് ആരാണ് ഇട്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അത് പിൽക്കാലത്ത് കളിയാക്കാൻ വിളിക്കാനൊക്കെ വേണ്ടിയിട്ട് പിൽക്കാലത്ത് നമ്മളുടെ റോമക്കാർ അവരൊക്കെ ഇട്ടിട്ടുള്ളൊരു പേരാണത്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന കിതാബുകളിൽ എവിടെയാണ് ഇത്തരമൊരു വാക്കുള്ളത്? അവിടെ ഉള്ളത് ഇസ്രായേലും ഇസ്രായേലിൻ്റെ ആളുകളും ഇസ്രായേലി ജനതയും ദ ലാൻഡ് ഓഫ് ഇസ്രായേലും അത് തന്നെയാണുള്ളൂ. അതേ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. 1947 അവിടെ ഉണ്ടായിരുന്നത് ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ്, അവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു പാലസ്തീൻ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ നുണ അതാണ്. ഇനി രണ്ടാമത്തെ നുണ എന്ന് പറയുന്നത് 1947 പാർട്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഇസ്രായേലി ലാൻഡ്, പാലസ്തീനിയൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് പച്ചയും വെള്ളയും. പിന്നെ അതുകൂടാതെ ഒരു ഇൻ്റർനാഷണൽ ഒരു ഏരിയ, നമ്മൾ ജെറൂസലം മഞ്ഞ കളറിൽ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ നടുക്കൊരു വെള്ള അവിടെ കാണുന്നുണ്ടാവും, അതും അവിടെ കാണാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇങ്ങനൊരു പ്ലാൻ അതുണ്ടായി, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ബോർഡർ അവരംഗീകരിച്ചിട്ടില്ല. അറബികൾ അംഗീകരിച്ചില്ല, ഇസ്രായേൽ അത് അംഗീകരിച്ചു. അപ്പോൾ അംഗീകരിക്കാത്തൊരു സാധനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു ബോർഡർ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയാം? ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നിങ്ങളൊരു പെണ്ണ് കാണുന്നു, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു കാമുകിയുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാമുകിയായിട്ട് നിങ്ങൾ മനസ്സിൽ കണ്ട ഒരാളെടുത്ത് പോയിട്ട് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാമുകനായിട്ട് കണ്ട ആളെടുത്ത് പോയി പ്രപ്പോസ് ചെയ്യുന്നു. നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കുന്നു, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ പോയി ചോദിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, അല്ലെങ്കിൽ ആ പുരുഷൻ പറയുകയാണ്, ഇല്ല പറ്റില്ല, അതിന് നീ ആരാണ്, നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് നിങ്ങൾ പിരിയുന്നു. അങ്ങനെ പിരിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാണ് രണ്ടാമതൊരു സമയത്ത്, എൻ്റെ മുൻ ഭാര്യ, എൻ്റെ മുൻ കാമുകി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മുൻ കാമുകിയുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കാരണം അങ്ങനെ ഒരു മുൻ കാമുകി നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുൻ കാമുകിയുടെ അടുത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മുൻ കാമുകൻ്റെ അടുത്തേക്ക് പോകുന്നത്? കാരണം അത് നിങ്ങൾ അന്നേ റിജക്റ്റ് ചെയ്തു, അന്നേ നിങ്ങൾ ഒഴിവാക്കി, അന്നേ അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ്. ആ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ 1947 പാർട്ടീഷൻ പ്ലാൻ അവിടെ ഉണ്ടായി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയണം, ആരാണ് ആ പ്ലാൻ അവിടെ അംഗീകരിക്കാതിരുന്നത്? ഈ അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. കാരണം അന്നും പലസ്തീനികളില്ല. അറബ് രാഷ്ട്രങ്ങളുടെ കീഴിൽ ഈ പലസ്തീനിയൻസിനെ വെച്ച് കുരങ്ങ് കളിപ്പിക്കുന്ന കുറേ അറബി രാഷ്ട്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയിരുന്നത് ഈ പറയുന്ന ആ സ്ഥലങ്ങൾ തന്നെയായിരുന്നു. ഇനിയാണ് ഇതിലെ തമാശ എന്ന് പറയുന്നത്. അതായത് ദ പാലസ്തീനിയൻസ് റിജക്റ്റഡ് ദ പാർട്ടീഷൻ പ്ലാൻ ആൻഡ് ചോസ് ടു ഗോ ടു വാർ. അതുമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത്
റിജക്റ്റ് ചെയ്യുക മാത്രമല്ല, അത് ഇസ്രായേൽ അത് ആക്സെപ്റ്റ് ചെയ്യും, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അവരുമായിട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത് ഇവിടുത്തെ അറബികൾ. അപ്പോൾ ആരാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നത്? ആരാണ് സാമ്രാജ്യത്വ മോഹങ്ങളുമായിട്ട് നടക്കുന്നത്? ആരാണ് ജനോസൈഡിന് അവിടെ മുന്നോട്ടിറങ്ങിയത്? അത് അറബികളാണ്. ഇഫ് ദേ ഹാഡ് ആക്സെപ്റ്റഡ് അറ്റ് ദ ഗ്രീൻ ഏരിയ വുഡ് ഹാവ് ബീൻ ദെയേഴ്സ്. അന്ന് ആ പ്ലാൻ അവർ അംഗീകരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗ്രീനായിട്ട് കാണുന്നത് ഇന്ന് അവരുടേതായിട്ട് അവിടെ നിന്നേനെ. അന്ന് അത് അവർ അംഗീകരിച്ചില്ല. ഇതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാം 1949 മുതൽ 67 വരെയുള്ള കാര്യം. അവിടെ ഈ ഇസ്രായേൽ ഇങ്ങനെ കൂടി പോയി, പച്ച കുറഞ്ഞു പോയി. നേരത്തെ കണ്ടത് ഇന്ന് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ കാണാം. അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? ദ ഗ്രീൻ ഏരിയ വേർ ഗവേൺഡ് ബൈ ജോർദാൻ ആൻഡ് ഈജിപ്ത്, നോട്ട് പാലസ്തീൻ. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. അതായത് ഈ 47 ഈ യുദ്ധം, ഈ സ്വാതന്ത്ര്യ സമരം കിട്ടിയ അന്ന് യുദ്ധം നടന്നു. ആ സമയത്ത് ഇവർ വലിയ സംഗതിയൊക്കെ നടന്നു. ആ സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ പിടിച്ചടക്കി. ആ പിടിച്ചടക്കിയത് ഇന്ന് നമ്മൾ പറയുന്ന ഗാസയും അതുപോലെ വെസ്റ്റ് ബാങ്കും ഒക്കെ പിടിച്ചുകൊണ്ട് പോയത് ജോർദാനും ഈജിപ്തൊക്കെയാണ്. അവരാണിത് പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 67 അടുത്ത യുദ്ധം വരുന്നത്. അതായത് നമ്മൾ പിന്നെ കാണുന്ന ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഇപ്പോൾ ഈ തണ്ണിമത്തൻ ദിനങ്ങൾ അതിനകത്തുള്ള ആ യുദ്ധം. അതിലെന്താ സംഭവിക്കുന്നത്? ആ യുദ്ധം നടത്തിയപ്പോൾ ഈ ഇസ്രായേൽ ആ യുദ്ധത്തിൽ വിജയിക്കുന്ന സമയത്ത് ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന ഈ സ്ഥലം, ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ പിടിച്ചെടുക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? അത് പാലസ്തീനിയൻസിൻ്റെ കയ്യിൽ നിന്നല്ല, അത് ജോർദാൻ്റെ കയ്യിൽ നിന്നും ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നുമാണ്. അവിടെ നിന്നാണ് അത് പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുത്ത സാധനമാണ് ഇന്നിപ്പോൾ ഹമാസിന് വിട്ടുകൊടുത്തത്. 2005 പൂർണ്ണമായിട്ട് വിട്ടൊഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്നത് സീസ്ഫയർ ആയിരുന്നു എന്ന് പറയുന്നതാണ്. ദ ഗ്രീൻ ഏരിയാസ് റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ദാറ്റ് പാലസ്തീനിയൻസ് ഗവേൺ ദംസെൽവ്സ്. ഇറ്റ് വാസ് ഗിവൺ ടു ദം ബൈ ഇസ്രായേൽ. ഇസ്രായേലാണ് അവർക്ക് സ്ഥലം അങ്ങോട്ട് കൊടുത്തത്. എവിടുന്ന് കൊടുത്തു? ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലമല്ല, അത് ജോർദാൻ്റെ കയ്യിൽ നിന്നും ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്ന ഒരു വലിയൊരു സംഭവമാണ്, പാലസ്തീനെ ഒരു രാജ്യമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു, ജയ് ഹമാസിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ആദ്യം അംഗീകരിച്ചത് അത് ഇസ്രായേലാണ്. ഒരു അറബ് രാഷ്ട്രം പോലുമല്ല ആദ്യം അവർ അംഗീകരിച്ചത്. ആദ്യം അങ്ങനെ ഒരു രാഷ്ട്രമുണ്ട് എന്ന് അംഗീകരിച്ച് ആ പാർട്ടീഷൻ പ്ലാൻ അംഗീകരിച്ചത് അത് ഇസ്രായേലാണ്. അത് അംഗീകരിക്കാതെ യുദ്ധത്തിന് പുറപ്പെട്ടത് അറബികളാണ്, പാലസ്തീനികളാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള മാപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ആളെ പറ്റിക്കുന്ന കൂട്ടത്തിൽ തണ്ണിമത്തൻ നിങ്ങൾ ഇവിടെ കനി കുസൃതി കൊണ്ട് കാണുന്ന പോലെ ഇതേപോലെ വേറെ കുറേ ഈത്തപ്പഴം വിറ്റുകൊണ്ട് നടക്കുന്ന കുറേ ചങ്ങായിമാരുണ്ട്. മൂപ്പരുടെ വക ഒരു സാധനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനോട് നമ്മൾ പ്രതികരിച്ചൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇത് വീഡിയോ നമുക്ക് ചെയ്തു തരുന്ന ചില പ്രൊഫൈൽസ് ഉണ്ട്. കാഫിർ മല്ലു എന്ന് പറയുന്ന നമ്മളൊരു ഇപ്പോൾ സുഹൃത്താണ്. അദ്ദേഹത്തിന് വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമുക്ക് കണ്ടേക്കാം. എത്ര കുഞ്ഞുങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, കാരണം ആ ഭൂമി ഇസ്രായേലിന്റെ ആണെന്ന് പറയുന്നവരോട് അത് നിങ്ങൾ ചരിത്രം പഠിക്കുക. ഈ പടം ബേസിക്കലി നിങ്ങൾ ഈ കാണുന്ന ഈ 4 ഇത് വെച്ച് ആദ്യത്തേൽ നോക്കുക. 1946 ഇത്രയും ഈ പച്ച കാണുന്നതെല്ലാം അറബാണ്, ഈ വെള്ള കാണുന്നതെല്ലാം ജൂതന്മാരാണ് അല്ലെങ്കിൽ ജൂയിഷ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തേൽ 47 ഇങ്ങനെ വരുന്നു, 49 ഇങ്ങനെ വരുന്നു, 2012 ഇങ്ങനെ വരുന്നു. അങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇതാണ് അനീതി എന്നൊക്കെ പറഞ്ഞാണ് പ്രധാനമായിട്ട് ഈ മതപക്ഷത്ത് നിന്നും വാദങ്ങൾ വരുന്നത്. ഇത് ശരിയാണോ എന്നുള്ളതാണ്. ഇത് ശരിയല്ല, ഇത് നുണയാണ്, ഇത് തെറ്റാണ്, ഇത് ചരിത്രമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു സംഗതിയല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 1946 പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇത്രയും പച്ച കാണിച്ചിരിക്കുന്നു. ആക്ച്വലി 1946 പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല എന്നെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് പിന്നെ ഈ പച്ച കാണിച്ചിരിക്കുന്നത്? 2 ഈ വെള്ളയായിട്ട് കാണിച്ചിരിക്കുന്നത് ജൂത സെറ്റിൽമെന്റ് ആണ്. ഈ ജൂത സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ജൂതന്മാർ വില കൊടുത്ത് വാങ്ങിച്ച അല്ലെങ്കിൽ അവർ ഓൺ ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ഈ ബാക്കി പച്ച കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പാലസ്തീനികളാണെന്നാണോ എന്റെ അർത്ഥം? അങ്ങനെയല്ലേ വരുന്നത്. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എന്താണ്? ആ വെള്ളയുള്ള ഭാഗത്തെല്ലാം ജൂതന്മാരുണ്ട്, ബാക്കിയുള്ള എല്ലാം പാലസ്തീനികളാണ്. ഇത് 100% തെറ്റാണിത്. ഇത് കണ്ടാൽ തോന്നും ബാക്കി സ്ഥലങ്ങളെല്ലാം പാലസ്തീന്റെ കാര്യത്തിൽ. ഒന്നാമത് 1946 ഡിവിഷന് മുന്നെയാണ്. അന്ന് ഈ ഭൂമിയെല്ലാം ഇരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ഗവൺമെന്റിന്റെ ഭൂമിയാണിത്. ഇവിടെ ഈ വെള്ള കാണുന്ന സ്ഥലത്ത് ജൂതന്മാരുള്ളതുപോലെ തന്നെ ഈ എന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും അറബ് ആളുകൾ അവരുടെ കയ്യിലും ഭൂമി ഉണ്ടാവും, അവർ ഓൺ ചെയ്യുന്ന ഭൂമി ഉണ്ടാവും. അതൊരു അല്പം കൂടി കൂടുതൽ ഉണ്ടായിരിക്കും, കുറച്ചുകൂടെ പൊട്ടുകൾ വേണമെങ്കിൽ. പക്ഷേ ഈ എൻ്റെ ഭൂമി ഈ പാലസ്തീൻ്റെ ആയിട്ട് ഡിഫോൾട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതൊരു വമ്പൻ തെറ്റാണ്, ഇതൊരു കള്ളമാണ്. ഇങ്ങനെ അല്ല അവസ്ഥ. ഇത് ആക്ച്വലി സെലക്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ആ സെലക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് തന്നെ ഒരു ചെറിയ പീക്കിംഗ് ആണ്. പക്ഷെ എന്നാൽ പോലും ഈ മാപ്പ് തന്നെ തെറ്റാണ്. ആദ്യത്തെ മാപ്പ് തന്നെ തെറ്റാണ്. അങ്ങനെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ബാക്കി
ഇത്രയും പേര് ജൂയിഷ് സെറ്റിൽമെന്റ് ഒന്നും അല്ല ആദ്യം ഉള്ളത്. ഇനി രണ്ടാമത്തെ മാപ്പിലേക്ക് വന്ന് നോക്കുക. 1947 സെറ്റിൽമെന്റ് ആണ്. 47 UN പ്ലാൻ അനുസരിച്ച് ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അപ്പം ഇതിനകത്ത് എത്രയാണ്? 56, 44 ഈ മാപ്പ് കാണിച്ചിരിക്കുന്നു. പക്ഷെ ഈ മാപ്പ് കാണിക്കാൻ അങ്ങനെ ഒരു മാപ്പ് ഇല്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലം അവിടെ ആരും എടുത്തിട്ടില്ല. കാരണം ഇത് അറബ് അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാതെ യുദ്ധം ചെയ്തു. ഇത് പേപ്പറിലുള്ള സാധനമാണ് ശരിക്കും. അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുക്കുമ്പോൾ ഈ ഡിവിഷൻ അറബികൾ അംഗീകരിക്കാതെ അവർ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിമിഷം പോലും ഇങ്ങനെ, അതായത് ഇസ്രായേൽ ഉണ്ടായി അടുത്ത ദിവസം യുദ്ധമാണ്, മാസക്കേഴ്സ് ആണ്, ജൂതന്മാരെ കൊന്നു തള്ളുകയാണ്. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്താ കാര്യം? ഇതൊരു വിഷ്ഫുൾ തിങ്കിങ് എന്ന് വേണേൽ പറയാം. പേപ്പറിൽ ഇങ്ങനെ ആയിരുന്നു, അത് ഒരിക്കലും ഗ്രൗണ്ടിലായിട്ടില്ല. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അപ്പോഴേ അത് വലിച്ചു കീറി കളഞ്ഞിട്ട് യുദ്ധമാണ്. അപ്പൊ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? ഇല്ല. ഇനി മൂന്നാമത്തെ നോക്കുക. 1949 മുതൽ 67 വരെയുള്ള സമയമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 48 യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ ജോർഡാൻ വന്നിട്ട് ഈ വെസ്റ്റ് ബാങ്ക് കീഴടക്കുന്നു. ഈ പച്ചയില് അത് പാലസ്തീൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അത് പാലസ്തീന്റെ അല്ല. ഈ മാപ്പ്, മൂന്നാമത്തെ മാപ്പും തെറ്റാണ്. ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കാര്യം ഇത് പാലസ്തീൻ അല്ല, ഇത് ജോർഡാന്റെ സ്ഥലമാണ്. ആ ജോർഡാൻ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഇപ്പുറത്ത് ഗാസ കൊടുത്തിരിക്കുന്നു. ഇതും പാലസ്തീൻ ആണെന്നല്ല, പച്ച കാണുമ്പോൾ പാലസ്തീൻ ആണെന്നല്ലേ നമുക്ക് തോന്നുന്നു. അല്ല, അത് ഈജിപ്തിന്റെ ആണ്. അവിടെ ഈജിപ്റ്റ് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ആ മാപ്പും മൂന്നാമത്തെ മാപ്പും തെറ്റാണ്. ഇനി നാലാമത്തെ നോക്കുക. 2012 ഈ 2012 മാപ്പില് വെസ്റ്റ് ബാങ്കിൽ കുറെ സെറ്റിൽമെന്റ്, പാലസ്തീൻ സെറ്റിൽമെന്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഗാസയും കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ വന്നത്? ഇവർക്ക് ഈ പാലസ്തീൻകാർക്ക് എങ്ങനെയാണ് വെസ്റ്റ് ബാങ്കും ഗാസയും കിട്ടിയത്? ഇത് ഇസ്രയേല് യുദ്ധം ചെയ്ത് പണം ചെലവാക്കി ജീവൻ നഷ്ടപ്പെടുത്തി ഈജിപ്തുമായിട്ടും ജോർഡാനുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് വാങ്ങിച്ച സ്ഥലമാണ്. അതായത് പാലസ്തീനികൾക്ക് ആദ്യമായിട്ട് ലാൻഡ് കിട്ടുന്നത് ഇസ്രയേലിന്റെ യുദ്ധം ചെയ്ത് നേടിയ ലാൻഡാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഇസ്രയേൽ നേടിയെടുത്ത ലാൻഡാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്രയേലാണ് അവർക്ക് ലാൻഡ് കൊടുത്തത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ പ്രതികരണം, ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രചരണം തോന്നും. പക്ഷെ ഇതാണ് അതിന്റെ രീതി. ഈ 4 എണ്ണവും ബേസിക്കലി തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. ഇത് വസ്തുതകളുമായിട്ടോ ഫാക്ട് ഓൺ ഗ്രൗണ്ടുമായിട്ടോ പൊരുത്തപ്പെടുന്നതല്ല. ഇനി ഞാൻ ഇപ്പുറത്തൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൗണ്ടർ പ്രൊപ്പഗാൻഡയും കൗണ്ടർ ആയിട്ടുള്ള കറക്ഷൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂട്യൂബിലും നെറ്റിലും ഒക്കെ കിട്ടും. ഞാൻ അതിന്റെ 2-3 എണ്ണം മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. അതായത് ഈ ലാൻഡ് ഗ്രാബിങ് സംബന്ധിച്ചുള്ളത്. അത് തന്നെ ഒരു ഈ കാണുന്ന ഈ പച്ച ഇത് മാത്രമല്ല, ഇതേ കണക്ക് തന്നെ ഒരു 10-15 രീതിയിലുള്ള റെപ്രസെന്റേഷൻ ഉണ്ട്. ഇതെല്ലാം ഈ പലതും ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ളതാണ്. ഇനി ഈ 4 എണ്ണത്തിന് ഇപ്പുറത്ത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന 2 എണ്ണം, ഇത് വസ്തുതാപരമായ ഒരു മാപ്പ് തന്നെയാണ്. ഇതെന്താണ്? 1967 യുദ്ധം കഴിഞ്ഞുള്ള മാപ്പാണ് ആ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഏതാണ്? സിനായ് പെനിൻസുലയും ഗോലാൻ ഹൈറ്റ്സും വെസ്റ്റ് ബാങ്കും ഗാസയും എല്ലാം ചേർന്ന ഇസ്രായേൽ. ഇത്രയും ഉണ്ടായിരുന്ന ഇസ്രായേൽ 67 യുദ്ധം കഴിഞ്ഞ് കുത്തിയിരിക്കുന്ന സമയത്ത് ഇത്രയും ഉണ്ട് ഇസ്രായേലിന്റെ. ആ മാപ്പ് ഇതിനെ ഈ 4ന്റെ ഇടയ്ക്ക് എവിടെങ്കിലും വെച്ചിരുന്നെങ്കിലോ? അതായത് എല്ലാം ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു, ഇസ്രായേൽ കൊടുക്കുകയാണ് എന്നല്ല വരുള്ളൂ. പക്ഷെ അത് അവർ വെക്കില്ല. അപ്പൊ ഇസ്രായേൽ പ്രൊവൈഡ് ചെയ്തെന്നല്ല വരും. അപ്പൊ നോക്കുക, 1967 ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്ന ഇത്രയും ലാൻഡാണ്. ഞാൻ ആ മേളിൽ കൊടുത്തിരിക്കുന്ന ആ മഞ്ഞയും നീലയായിട്ടുള്ള ആ ഗ്രാഫ്. അത് കഴിഞ്ഞ് 93 1993 ഓസ്ലോ അക്കോർഡിന്റെ സമയത്ത് എങ്ങനെയാണ്? ഇതെല്ലാം ഇസ്രായേലിന്റെ കയ്യിരിക്കുകയാണ്. ഇസ്രായേൽ ശരിക്കും ഗാസയിൽ നിന്ന് പിന്മാറുന്ന 2005 പൂർണ്ണമായും പിന്മാറുന്നത്. വെസ്റ്റ് ബാങ്കിലും ഇതെല്ലാം ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഇവർ ആദ്യം കാണിച്ചിരിക്കുന്നത് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമായിരുന്നു മൊത്തം അതെന്ന്. എന്നാര് പറഞ്ഞു? അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു അവിടെ? അങ്ങനെ രാജ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ഇസ്രായേൽ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രം, സ്ഥലങ്ങളുടെ ഈ ഓട്ടോമൻ എംപയറിന്റെ കീഴിലും ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലും ഈ സ്ഥലങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ വളരെ കയോട്ടിക് ആയിരുന്നു. അത് പലപ്പോഴും അവരെ കയ്യിരിക്കുന്ന തോട്ടങ്ങളുടെയും കൃഷിഭൂമിയുടെയും ഒക്കെ മാത്രം സ്ഥലമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളെല്ലാം പാലസ്തീൻ രാജ്യത്തിന്റെ ആയിരുന്നു. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഒന്നിൽ ഓട്ടോമൻ എംപയറിന്റെ കീഴിലായിരുന്നു, അല്ലെ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അല്ലാതെ പാലസ്തീൻ രാജ്യത്തിന്റെ അല്ല. അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത് ടോട്ടലി ഫോൾസ് ആണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല. സംഗതികൾ നടന്നിട്ടുള്ളത് ഇങ്ങനെയല്ല എന്നുള്ളതാണ്. ഇസ്രായേൽ എന്തിനാണ് യുദ്ധത്തിന് പോയത്? ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ടാണ്. 1948 കൊടുത്ത 56, 44 എന്നുള്ള ഡിവിഷൻ അറബുകൾ അംഗീകരിച്ചിരുന്നെങ്കിൽ യുദ്ധമില്ല. അവർക്ക് അങ്ങനെ തന്നെ പോകാമായിരുന്നു. ലാൻഡ് ഗ്രാബിങ്ങിന്റെ പ്രശ്നമില്ല. അവരെ ആക്രമിച്ചിട്ട് എന്ത് ചെയ്തു? അറബ് രാജ്യങ്ങൾ തന്നെ അത് എടുത്തുകൊണ്ട് പോയി. പാലസ്തീനികളെ ഒന്നുമില്ല. 48 എന്നാൽ ഈ ജോർഡൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈജിപ്റ്റ് ഗാസ കൊണ്ടുപോകുന്നു, ഗോലൻ ഹൈറ്റ്സ് സിറിയയുടെ കയ്യിലിരിക്കുന്നു. അപ്പൊ ആർക്കും വേണ്ടല്ലേ പാലസ്തീനികളെ? എന്നാൽ ആർക്കും വേണ്ട. പിന്നെ ഇത് പാലസ്തീൻ എന്നുള്ളൊരു സംഗതി ഉയരുന്നതാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, പാലസ്തീനികളെ സഹായിക്കാൻ പോയ ആളുകളാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ.
അങ്ങനെ അവർ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പാലസ്തീൻ്റെ സ്ഥലമായിട്ട് പോയത് സിറിയയും അതുപോലെ ജോർദനും അതുപോലെ ഈജിപ്തും കൂടിയാണ് പോയത്. ആ സ്ഥലമാണ് വീണ്ടും ഇസ്രായേൽ അവരുമായിട്ട് 67 യുദ്ധം ചെയ്തിട്ട് അത് അവർ പിടിച്ചെടുത്തിട്ട് എന്നിട്ട് പിന്നെ അവർ അത് പാലസ്തീന് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇസ്രായേൽ അല്ലേ ഈ പാലസ്തീനികൾക്ക് സ്ഥലം വിട്ടുകൊടുത്തത്? അതും അറബികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവരൊന്ന് പിടിച്ചെടുത്ത് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് ഇത് പാലസ്തീനികൾക്ക് കൊടുത്തത് അത് ആരാണ്? അത് ഇസ്രായേൽ അല്ലേ? ആ ഇസ്രായേലിനോടാണോ ഇവരിപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ജീവിക്കാൻ അനുവദിക്കാത്തത്? അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുക. എന്തായാലും ഇത് തുടർന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ഒരു ചെറിയ ഒരു ഏതാനും മിനിറ്റും കൂടിയേ ഉള്ളൂ. അതുകൂടി കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പാലസ്തീൻ അതോറിറ്റിയുടെ PLOയുടെ തന്നെ ആദ്യത്തെ 1964 ചാർട്ടറിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 24 പറയുന്നുണ്ട്, ഞങ്ങൾ വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും മുകളിൽ യാതൊരു അവകാശവാദവും ഉന്നയിക്കുന്നതല്ല എന്ന് അങ്ങോട്ട് പറയാണ്. അത് മൗനം പാലിക്കുക പോലും അല്ല, അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ 67 ഇസ്രായേൽ യുദ്ധം ചെയ്തതിന് ശേഷം ഇവരെ ചാർട്ടർ തിരുത്തിയിട്ട് 68 ചാർട്ടറിലെ 24ാമത്തെ ആർട്ടിക്കിൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഞങ്ങൾ യാതൊരുവിധ ആധിപത്യത്തിനും അല്ലെങ്കിൽ അവകാശം ഉന്നയിക്കില്ല എന്നുള്ള സാധനം കംപ്ലീറ്റ് അങ്ങ് വിഴുങ്ങി. എന്നിട്ട് പറഞ്ഞ് ഇത് ഞങ്ങളുടെ, അതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ പ്രോപ്പറാണ് തങ്ങളുടെ എന്നാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി നോക്കാം, ഈ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഇതിലെ ആദ്യത്തെ 2 മാപ്പ് മാത്രം ഞാൻ എടുത്തിരിക്കുകയാണ്. The map usually begins with one label in 1946. The Uniting Church features on its website. Another stock version claims demonstrate the 1946 more than 90% of the land. ഇത് വേറെ ഒരു ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ നടക്കുന്ന അതേ സാധനം. എന്നാൽ ഇതിന്റെ പല സോഴ്സുകളിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് ശരിക്കും 2003 ആദ്യമായിട്ട് ഇത് വരുന്നത്. കാരണം ഇത് ആദ്യം ആര് ചെയ്തു ഈ മാപ്പ് ഇങ്ങനെ 4 അടുപ്പിച്ച് കാണിച്ചുകൊണ്ടുള്ള ഒരു രീതി പ്രചരണം ആദ്യം എന്ന് വന്നു എന്നറിയില്ല. പക്ഷേ ദ ഏർലിയസ്റ്റ് നോൺ റെഫറൻസ് ടു ദം അപ്പിയേഴ്സ് ടു ബി ഇൻ 2003 ബുക്ക് വിച്ച് ആട്രിബ്യൂട്ട്സ് ടു ദം ദ പാലസ്റ്റീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ. 2003 എഴുതപ്പെട്ട പാലസ്റ്റീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അത് ഇറക്കിയത് ഒരു ബ്രിട്ടീഷ് ഗ്രൂപ്പ് സപ്പോർട്ടിംഗ് BDS മൂവ്മെന്റ് അർജിങ് ബോയ്കോട്ട്, ഡൈവെസ്റ്റ്മെന്റ് ഓർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സാങ്ഷനിങ് ഓഫ് ഇസ്രായേൽ. BDS അവിടെ നിക്ഷേപിക്കാതിരിക്കുക, അവരെ ബഹിഷ്കരിക്കുക, ഇസ്രായേലിനെതിരെ നിയമ നടപടികൾ അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BDS എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരാണ് ആദ്യമായിട്ട് ഈ 4 വിവാദപരമായിട്ടുള്ള ഈ 4 മാപ്പുകൾ ചേർത്ത് വെച്ചുള്ള പ്രചരണം തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിവേ കം ബാക്ക് ടു ദിസ് വൺ, ഫസ്റ്റ് 2. അപ്പോൾ ഈ 90% പാലസ്തീൻ ആയിരുന്നു എന്നുള്ള ഒരു വാദമാണ്. അതിനകത്ത് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ സ്മോൾ പാച്ചസ് ആർ ലേബിൾഡ് ജൂയിഷ് ലാൻഡ്. ഇത് ജൂയിഷ് ലാൻഡ് എന്നാണല്ലോ ഒന്നാമത്തെ. അതിനകത്ത് ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, ഇത് ജൂയിഷ് ലാൻഡ് ആണോ? അല്ല, ഇത് ജൂതന്മാരുടെ കയ്യിരിക്കുന്ന സ്ഥലമാണ്, തോട്ടവും കൃഷിപ്രദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അത് ജൂയിഷ് ലാൻഡ് ഒന്നും അല്ല. ജൂയിഷ് ലാൻഡ് അങ്ങനെയല്ല. ജൂയിഷ് ലാൻഡ് വരുന്ന മാൻഡേറ്റ് UN മാൻഡേറ്റ് അനുസരിച്ചാണ്. അത് 56-44 അല്ലാതെ ജൂയിഷ് ലാൻഡ് ഇതല്ല. ഇതാണ് ജൂയിഷ് ലാൻഡ് എന്ന് പറയുന്നതും ഒരു കളവാണ് എന്നുള്ളതാണ്. അത് പ്രൈവറ്റ്ലി ഹെൽഡ് ബൈ ജൂസ് ആണ്, മനസ്സിലായ? അല്ലാതെ കാരണം അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗമെല്ലാം പാലസ്തീൻ ആണെന്ന് പറയുമ്പോൾ ഈ പാലസ്തീൻകാരാണോ അത് കൺട്രോൾ ചെയ്തിരുന്നത്? അവരുടെ ആയിരുന്നോ ഉടമസ്ഥത? അവരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്? അല്ല, അവിടെ പാലസ്തീന് കൺട്രോൾ, ഹാബിറ്റേഷൻ, ഓണർഷിപ്പ്, ഇത് 3 പാലസ്തീൻ്റെ കയ്യിലല്ല. പക്ഷെ മൊത്തം പച്ചയടിച്ച് ഡിഫോൾട്ടായിട്ട് പാലസ്തീൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യം അവിടെ ഇല്ല, ഇതെല്ലാം അവരുടെ കയ്യിലുമായിരുന്നില്ല. അപ്പം മാപ്പ് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും, പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുക, പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും ചരിത്രം പഠിക്കട്ടെ. ഓക്കെ, ഈ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മൂപ്പരുടെ ചിത്രം നമ്മൾ ചെരിച്ചു കൊടുത്തത്. എല്ലാം ചെരിഞ്ഞാണല്ലോ. അപ്പോൾ അതാണ് അവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്. ഈ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ നുണകളൊക്കെ കുറേ കാലമായി ഇവിടെ ഓടുന്നു. ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ ഈ മാപ്പും പൊക്കി പിടിച്ച് നടന്നിട്ടുള്ളതാണ്. പല ജൂതന്മാരെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ഈ മാപ്പ് പൊക്കി പിടിച്ചതിൻ്റെ പേരിൽ. പക്ഷെ ഇന്ന് നമ്മളത് മനസ്സിലാക്കുകയാണ്, അത് തെറ്റാണ്, അത് നുണയാണ്, അതല്ല വാസ്തവം എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം, അതിൻ്റെ കാതലായ കാരണം എന്ന് പറയുന്നത് അതിൽ മതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു ഘട്ടമെത്തിയാൽ, അതുപോലെ ഓരോ വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ തണ്ണിമത്തനും പൊക്കി പിടിച്ച് നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ജനങ്ങൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല.
അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന വിഷയം നടക്കുന്നത് തന്നെ ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം അത് വലിയ തോതിൽ ഊഷ്മളമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിലുള്ള ചർച്ചകളും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അത് തകർക്കുക എന്നും കൂടി ഉദ്ദേശം അവിടെ നമുക്ക് സംശയിക്കുമാറ്, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് ലോകം നിരീക്ഷിക്കുമാറ് ഇന്ന് നമ്മൾ പറയുന്ന ഈ വിഷയത്തിലേക്ക് ഇത് എത്തിച്ചത്. കാരണം എന്താണ്, അതിനുശേഷം പിന്നീട് ബന്ധങ്ങൾ കൂടുതൽ ഒരു ഉരസലുണ്ടാകുന്നു. അവിടെ ഇസ്രായേൽ ഒരു ഡിഫെൻഡിങ് ഒരു പൊസിഷനിലേക്ക് മാറേണ്ടി വരുന്നു. അപ്പോൾ കാര്യങ്ങൾ അവിടെ വീണ്ടും ഡിലേ ആവുകയാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ മൊത്തം അറബ് ഏരിയയിൽ മീന റീജിയനിൽ ഒരു പ്രതീക്ഷയാണ്. അവിടെ ആകെ കൂടിയുള്ള ഏക ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഒരു സെക്യുലർ കൺട്രിയാണ്. അവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്ന സാധനത്തിന് വിലയുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെ നോക്കിയാലും ആളുകൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ, ഇൻക്ലൂഡിങ് 20% അറബ് മുസ്ലിംസ് ജീവിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ സമാധാനത്തോടു കൂടി അവിടുത്തെ സിറ്റിസൺസ് ആയിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. IDF ജോലി ചെയ്യുന്നത് മുസ്ലിങ്ങളുണ്ട്. അവരും കൂടിയാണ് ഈ പറയുന്ന യുദ്ധത്തിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഇസ്രായേലി പാർലമെൻറ്റിലടക്കം മുസ്ലിങ്ങളുണ്ട് എന്ന് പറയുന്നിടത്താണ് ഇത് മതം എങ്ങനെയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നൊരു വലിയ പ്രശ്നമാകുന്നത് എന്നും അത് തിരിച്ചറിഞ്ഞ അറബികൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് എങ്ങനെയെന്നും നമ്മൾ തിരിച്ചറിയണം. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ഈജിപ്തും ജോർദനും. 1947 ഈ ഒരു പാർട്ടീഷൻ പ്ലാൻ അവിടെ വെക്കുകയും അങ്ങനെ ഇസ്രായേലിനൊരു പ്രത്യേക ഒരു സ്റ്റേറ്റ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു ഘട്ടം എത്തിയപ്പോൾ അത് അംഗീകരിക്കാതെ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായ അതിൻ്റെ തൊട്ടടുത്ത ദിവസം യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച 7-8 രാജ്യങ്ങളുള്ളതിൽ ഈ ജോർദനും ഈ ഈജിപ്തും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ യുദ്ധം ചെയ്ത് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായി, അവർ തോക്കുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അതിനു മുന്നേ ഈജിപ്ത് ബന്ധം സ്ഥാപിക്കുന്നു. ഈജിപ്ത് ബന്ധം സ്ഥാപിച്ചപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം എന്താ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഒരു കൺട്രിയാണ് ഈ ഈജിപ്ത് എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിൽ നിന്നും ഈജിപ്തിനെ പിരിച്ചുവിടുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. എന്താണ് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം? സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം അത് ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടി സമാധാനം ഉണ്ടാക്കി എന്നതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക് കൺട്രി ആകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇസ്ലാം ആകുമ്പോൾ ഇസ്ലാം സമാധാന രാജ്യങ്ങളുടെ ഒരു സമാധാനം ഉണ്ടാക്കുന്ന സാമാനമാകുമ്പോൾ ആ സമാധാനം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ ആ രാജ്യത്തെ പിരിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ പരം തമാശ വേറെ എന്താണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെ പിന്നെ തിരിച്ചെടുത്തു. അപ്പോൾ സമാധാനം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പിരിച്ചിടൽ നേരിടുന്ന ഒരു രാജ്യം അത് ഇസ്ലാമിലല്ലാതെ വേറെ എവിടെയും കാണാൻ കഴിയില്ല. പിന്നീട് നമ്മൾ കണ്ടത് ജോർദാനിൽ ഒരു ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്നൊരു വിഷയം. അവിടുത്തെ രാജാവിന്, അതായത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ യുദ്ധങ്ങൾക്കൊക്കെ ഒടുവിൽ പലസ്തീനികളായിട്ടുള്ള ആളുകൾക്ക് അഭയം കൊടുത്തു, പല രാജ്യങ്ങളും കൊടുത്തു. അതിൽ കൊടുത്ത രാജ്യങ്ങളിൽ പെട്ട രാജ്യങ്ങളാണ് ലെബനൻ. ആ ലെബനൻ ഇന്ന് തല മൂക്കും കുത്തിയാണ് കിടക്കുന്നത്. കാരണം അവിടെ ഈ ഇസ്ലാമിസ്റ്റുകൾ അവിടെ വർദ്ധിക്കുകയും പെറ്റുകൂട്ടുകയും അതുപോലെ ഇതുപോലെ ചെന്ന് കയറുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ രാജ്യം കുളം തോണ്ടി. മറ്റൊരു രാജ്യമാണ് ജോർദാനിലും ചെന്ന് കയറിയിട്ട് അവിടെ PLO നമ്മൾ യാസർ അറഫത്ത് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉള്ള രാജാവിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഹുസൈൻ രാജാവിനെ അവിടുന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. ആരെ? ജോർദാനികളായിട്ടുള്ള ആളുകൾ ഈ പലസ്തീനികളെ ദൂരേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ. അങ്ങനെ ചെന്ന് കയറുന്ന ഒരു രാജ്യത്ത് പോലും ഇവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ആ രാജ്യത്തെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നിടത്താണ് ഇവരിന്നും ഇതുപോലെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ കറങ്ങി നടക്കേണ്ട ആളുകളായിട്ട് മാറുന്നത്. അപ്പോൾ അടിസ്ഥാനം മതമാകുന്നു. അവരുടെ ഇത്തരത്തിലുള്ള ചിന്തകളാകുമ്പോൾ അത് മാറ്റി വെച്ചിട്ടല്ലാതെ നടക്കാൻ ഇത് ഒരു പരിഹാരം നടക്കാൻ ഇവിടെ പോകുന്നില്ല, ഇതിലൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഇതുപോലുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ ഒരു 2 ലോഡ് തണ്ണിമത്തൻ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അടുത്ത ദിവസം ഇവിടെ എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തണ്ണിമത്തനുമായിട്ട് നടക്കാനാണ് ഇനി ഞാനും ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള നുണകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. നുണകൾ പടച്ചു വിടുന്നത് ആരാണ്, അതിൻ്റെ സത്യാവസ്ഥകൾ എന്താണ്, നുണ ബോംബുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊളിക്കുന്നു. അപ്പോൾ അത് ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൂടാതെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അത് നമുക്കും ഗുണമാണ്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് വഴിവെക്കും. അതുകൂടാതെ മറ്റാളുകൾക്ക് ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനൊരു സംഗതി ഒരു
ഒരു അവസരമായിട്ട് മാറും. അല്ലെങ്കിൽ ഇതുപോലെ ചരിത്രം പഠിപ്പിക്കുന്ന ആളുകളായിട്ട് മാറും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക. ഇത് നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് വലിയ പ്രവർത്തനങ്ങൾ വേറെയുണ്ട്. അത് രണ്ടും കൂടി ചേരുമ്പോൾ അങ്ങനെ ഒരു ടീം വർക്കായിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഞാൻ നേരത്തെ പ്ലേ ചെയ്ത വീഡിയോ അതിനൊരു ഉദാഹരണമാണ്. ആ കാഫിർ മല്ലു ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, യാദൃശ്ചികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു. പക്ഷേ ഇന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്ന സംഗതികൾ നമ്മളുടെ സമയക്കുറവ് കൊണ്ട് പലപ്പോഴും വിട്ടുപോയിരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ എന്ത് സാധനം വന്നാലും ഉടനെ പുള്ളിക്ക് ഫോർവേഡ് ചെയ്യുന്നു, ഡാ മോനെ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഒന്ന് ചെയ്തേ എന്ന് പറഞ്ഞ് വെക്കുമ്പോഴേക്കും അരമണിക്കൂർ കഴിയുമ്പോഴേക്കും സാധനം റെഡിയാണ്. അത് വീഡിയോ ആയിട്ട് മാറുന്നു, അതിൻ്റെ പിന്നിലുള്ള സാധനങ്ങളായിട്ട് മാറുന്നു. കാരണം അങ്ങനെ ഒരു ലാഭേച്ഛയും ഇല്ലാതെ ആളുകൾ ചെയ്യുന്നവരായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു കളക്റ്റീവ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പണ്ട് ഇതുപോലുള്ള നുണകളൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന ആ അവസ്ഥയിൽ ഇനിയും തുടർന്ന് പോയേനെ, ഇനിയും അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ നിലനിന്ന് പോകും എന്നുള്ളതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം മനസ്സിൽ കണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾക്ക് നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, ഇറങ്ങിത്തിരിക്കുന്നത്, മറ്റ് പണികൾ മാറ്റിവെച്ച് ഇതൊക്കെ ചെയ്യേണ്ടവരായിട്ട് മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അത് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ബാക്കി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. വീഡിയോ ചാനലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.